നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ നിശബ്ദമായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടെ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ നമ്മൾ കരഞ്ഞപ്പോഴും നിലവിളിച്ചപ്പോഴും ആരുമില്ലാതിരുന്ന് സങ്കടപ്പെട്ടപ്പോഴും ഒക്കെ ദൈവമാണ് നമ്മളെ വഴി നടത്തിയത്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ 3 ദിവസത്തെ കൺവെൻഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളിൽ പലരും. സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും പലതരത്തിലും മാനസികമായിട്ടും ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവർ. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ ചേർത്ത് പിടിക്കണമേ. പ്രത്യേകമായിട്ട് അവരായിരിക്കുന്ന ഓരോ മേഖലകളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഒത്തിരിയേറെ പ്രതിസന്ധികളും വഴക്കുകളും ഒച്ചപ്പാടുകളും ഒക്കെയായിട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങയോട് ചേർന്നിരിക്കാൻ, അങ്ങാണ് സർവസ്വം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ അച്ഛനെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും അച്ഛൻ്റെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും ഞാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അച്ഛനെയും അച്ഛൻ്റെ ജീവിതത്തെയും അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെയും കുടുംബത്തെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ദൈവമേ, പ്രത്യേകമാം വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈ ചർച്ച കമ്മിറ്റി അംഗങ്ങളെയും ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും, അതോടൊപ്പം തന്നെ ഈ കൺവെൻഷനിലേക്ക് വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ. 3 ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ ഈ കൺവെൻഷൻ എത്തി നിൽക്കുമ്പോൾ നീ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ഈ മൈക്കിന് ഇത്ര ഉള്ളോ? എന്തൊരു പൊട്ടലുണ്ട്, ഞാൻ പൊട്ടിപ്പോവോ? ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം കേൾക്കാമോ? ഓക്കെ. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. സന്തോഷമായോ? 3 ദിവസത്തെ കൺവെൻഷൻ തീരാൻ പോവാണ്. സന്തോഷമായില്ലേ? എൻ്റെ പൊന്നടവേ, അവസാനത്തെ ദിവസമെങ്കിലും തള്ളു കുറയ്ക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ കുറച്ച് മുമ്പിൽ ഇച്ചിരി കസേര എടുക്കുന്നുണ്ട്. പിന്നീടുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ബെഞ്ചുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സ്ഥലമില്ല പലർക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇച്ചിരി കയറി ഇരുന്നാൽ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഈ പുരുഷന്മാരാണ് കയറി ഇരുന്നാൽ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ പിന്നിലിപ്പോൾ ബെഞ്ച് പിടിച്ചിട്ട് തുടങ്ങി, ഞാൻ അതിന് സ്ഥലമില്ല. ബെഞ്ച് ഇനി താഴെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നവർ ഒരു 2 സ്റ്റെപ്പ് കയറി വന്നാൽ മുമ്പിൽ സ്ഥലമുണ്ട്. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ഇടയിലിരിക്കുന്നവരെ പിടിക്കത്തുള്ളൂ. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ധൈര്യപൂർവ്വം മുമ്പോട്ട് കയറുക. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ധൈര്യപൂർവ്വം മുമ്പിലേക്ക് കയറുക. പിന്നിലുള്ളവരെ പിടിക്കുന്നുള്ളൂ ഈ പ്രാവശ്യം. മുമ്പിലേക്കൊന്ന് കയറിയിരുന്നാൽ കുറച്ചും കൂടി സ്ഥലം കിട്ടും. ആ പിന്നിലുള്ളവർക്ക് സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റും. പലരും വന്നിട്ട് കസേരയില്ലാത്തൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ ഇപ്പോഴും ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. കയറിയിരുന്നോ? നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, ധൈര്യപൂർവ്വം
ചിലർ ആ കസേര കൊണ്ടേ കയറുള്ളൂ. കസേര അവിടെ ഇട്ട് കയറിയാലേ ഗുണമുള്ളൂ കേട്ടോ. പിന്നിലപ്പോൾ അത്യാവശ്യം 2-3 ബെഞ്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇനി വരുന്നവർക്ക് അവിടെ കയറിയിരിക്കാം. ഇനി എൻ്റെ ഇടയിൽ എഴുന്നേൽപ്പിച്ച് കയറ്റിയിരുത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ കയറ്റിയിരുത്തത്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടിയും പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടിയും പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, ഇപ്പം ഇന്നത്തെ ദിവസം ഇന്നത്തോടുകൂടെ ഇന്ന് ധ്യാനം തീരാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇങ്ങനൊരു കാര്യത്തിൽ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ CSI സഭയെ തന്നെ വന്ന് പ്രസംഗിക്കേണ്ട ഒരാളൊന്നുമല്ല. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു വന്നത് പോലും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയാം. പിന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഓർക്കുന്നത് ഈ സഭയിലെ ഏറ്റവും വൈദിക പദവി അലങ്കരിക്കുന്ന അച്ഛനെയാണ്. അച്ഛന് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ശാരീരികമായിട്ടും. പക്ഷേ ഈ 2 ദിവസം, ആദ്യത്തെ ദിവസം വന്നപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ 2 ദിവസം അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനും അതോടൊപ്പം അച്ഛനോട് കുറച്ച് നേരം വർത്താനം പറയാനൊക്കെ ദൈവം തന്നൊരു അവസരമാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നല്ലൊരു വൈദികനാണ്, അതോടൊപ്പം നല്ലൊരു മനുഷ്യനാണ്. കാരണം മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയും ഉള്ള സംസാരമാണ് അച്ഛൻ്റേത്. എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലതൊക്കെ പറയും കേട്ടോ. അച്ഛൻ നന്നായിരുന്നു, അത് നന്നായിരുന്നു, ഞാനതൊക്കെ പറയും, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെക്കുറിച്ച് നല്ലോണം പറഞ്ഞു തന്ന് സ്നേഹത്തോടെ ചേർത്തിരുത്തി നല്ല വാക്കുകൾ സംസാരിക്കുന്ന എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ വൈദിക പദവി അലങ്കരിക്കുന്ന നിങ്ങളുടെ വൈദിക ശ്രേഷ്ഠൻ. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛനൊന്ന് വന്നിരിക്കണമെന്ന് എനിക്കറിയാം, അല്ലേ? ഞാനിന്ന് ആദ്യമേ തന്നെ നോക്കിയപ്പോൾ ഇതാരെ തൊപ്പിയൊക്കെ വെച്ചിരിക്കണെന്ന് ഞാൻ വിചാരിച്ചു സഭയൊക്കെ മാറിയോ കർത്താവേ. അപ്പോൾ ഞാൻ ഈ പുറത്തുനിന്ന് വന്നപ്പോൾ ഇനി ഈ ഇന്നത്തെ ദിവസം അധ്യക്ഷനായിട്ട് ഇനി വേറെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനെ കാണാനുമില്ല. ഞാൻ നോക്കുന്നപ്പോൾ 2 അച്ഛന്മാരിയ്ക്കുന്നുള്ളൂ, തൊപ്പിയൊക്കെ വെച്ച് ഒരാളിരിക്കുന്നു. അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ അച്ഛൻ തന്നെയാണെന്ന് ഇപ്പോഴും മനസ്സിലായത് കേട്ടോ. പക്ഷേ ഈ അച്ഛനെ കാണാൻ ഇതിൽ ഗ്ലാമറാട്ടോ. ഇത് വെച്ച് നടന്നാൽ മതി, വേറെ സഭക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും ഇടപെടലിനും ഒക്കെത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അച്ഛൻ നിങ്ങളോട് ഒത്തിരി സ്നേഹമുള്ള അച്ഛനാണെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെയും പേര് പറയാത്തെന്നറിയോ? പേരെങ്ങാനും പറഞ്ഞ് തെറ്റിപ്പോയാൽ തീർന്നു. എനിക്കറിയാം അല്ല ഞാൻ പഠിച്ചത് ശരിയാ കേട്ടോ. ഈ നിങ്ങളുടെ പേര് പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ഞങ്ങളുടെയൊക്കെ പേര് ഭയങ്കര സിമ്പിളാണ്. ജീനു, ഓ തീർന്നു, അവിടെ വെച്ച് തീർന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് പേരുകളൊക്കെ ആയിരിക്കും കേട്ടോ. വെടിക്കെട്ട് പേരൊക്കെ ഇട്ടുള്ളൂ. പുഷ്പജയൻ, ഓ എന്നാ പേരടാവി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പേരിന് വലിപ്പം കാണുമ്പോൾ എനിക്ക് പേടിയാണ് പറയാൻ. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തീർന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മെയിനായിട്ടുള്ള അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ പേര് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. പുഷ്പജയൻ അച്ഛന് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു, അവസാനത്തെ ദിവസം ഉണ്ട് കേട്ടോ. സ്വീകരിക്കാനും ഉണ്ട്, പറഞ്ഞു വിടാനും ഉണ്ട്. നന്നായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുഷ്പജയച്ചനെ ഒത്തിരി സ്നേഹത്തോടെ. അച്ഛൻ്റെ സംസാരം നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അച്ഛനോട് മിണ്ട ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് കേട്ടോ. കാരണം അച്ഛനെപ്പോഴും ചിരിച്ച വർത്താനം പറയുന്നത്. നിങ്ങൾ അച്ഛനെ മൊത്തയ്ക്ക് നോക്കിയോ? അച്ഛനെ പിന്നെ എവിടേക്കാണ് നോക്കണേ? അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അച്ഛൻ എപ്പോഴും ചിരിച്ച വർത്താനം പറയുന്നത്, ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അത് മുമ്പിൽ നിൽക്കുന്നവന് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ചിരിച്ച് വർത്താനം പറയുന്നവരെ നമ്മൾ ഓർത്തൊക്കെ, ചിരിച്ച് എപ്പോഴും സന്തോഷത്തോടു കൂടെ പെരുമാറുന്നവനെ നമുക്കിഷ്ടമാണ്. ഈ എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നവനെ നമുക്കിഷ്ടമാണോ? അല്ല, കർക്കശം, ദേഷ്യം, അങ്ങടേക്ക് ഇങ്ങോട്ട് പോകടാ, അങ്ങോട്ട് പോടാ, എന്നിട്ട് കിട, തിരിഞ്ഞു കിട. ഇതങ്ങനെയല്ല അച്ഛൻ ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സംസാരം തന്നെ അങ്ങനെയാണ്, ഭയങ്കര ചിരിച്ച വർത്താനം പറയുന്നത്. അച്ഛൻ്റെ ചിരിയാണ് അച്ഛൻ്റെ സീക്രട്ട് കേട്ടോ. ചിരിച്ചോ, ഒന്നും പറയണ്ട. ഒത്തിരി സ്നേഹത്തോടെ പുഷ്പജയിച്ച ഒത്തിരി സ്നേഹത്തോടെ കൂടി ഓർക്കുക. അച്ഛൻ നല്ല വാക്കുകൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. നല്ല വാക്കുകളാണ് അച്ഛൻ എപ്പോഴും പറയുക. നമുക്ക് കൂടെ വർത്തമാനം പറയുമ്പോൾ ഒരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അച്ഛൻ സംസാരിക്കുക. ഒത്തിരി നന്ദി അച്ഛാ, എൻ്റെ കൂടെ ഉണ്ടായതിന് 2 ദിവസം സ്നേഹിച്ചതിന്, നല്ല വാക്കുകൾ പറഞ്ഞതിന്. നമ്മുടെ സഭയിലെ ശ്രേഷ്ഠനച്ഛൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയുടെ നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ, നല്ല വാക്കുകൾ. പക്ഷെ എനിക്കതിലൊരു സങ്കടം ഉണ്ടായത് സ്വന്തം ഭർത്താവിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോയതിനാണ് കേട്ടോ. എനിക്കത് നൊന്തു. ഞാൻ വിചാരിച്ചു 2 വാക്കെങ്കിലും തള്ളൂന്ന് കേട്ടോ.
അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു വെച്ചു, നിങ്ങൾക്കും അറിയാലോ എനിക്കും അറിയാമല്ലോ കേട്ടോ. അപ്പോൾ അത് പക്ഷെ നല്ല വാക്കുകളാൽ ഞങ്ങളെ നന്ദിയോടുകൂടെ ചേർത്തിരുത്തിയ കൊച്ചമ്മയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. 2 മക്കളുണ്ട്, അവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഞാനിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എന്നെ വിളിച്ചത് നിങ്ങളുടെ സെക്രട്ടറിയാണ്, ഷൈൻകുമാറാണ്. ഷൈൻകുമാർ ഇപ്പോൾ പിന്നിൽ ഇരിപ്പുണ്ട്, ചുമരും ചാരി ഇരിപ്പുണ്ട്, എന്തെങ്കിലും ആവട്ടെ. ഷൈൻകുമാറിനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. കാരണം പുള്ളിയാണ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചത്. ഞാൻ എപ്പോഴും അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ. എന്നോട് പലരും പറയും, അച്ഛനെന്താ ഫോൺ എടുക്കാത്ത? ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ ഫോൺ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു 10-100 കോൾ വന്നിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഈ പ്രാർത്ഥന പറയാൻ വേണ്ടി വിളിക്കണത്, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി വിളിക്കണതാണ്. ഞാൻ എപ്പോഴും ഫോൺ എടുക്കില്ല. കാരണം എനിക്ക് കുറേ നേരം പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പിന്നെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക്. അതിനിടയിൽ കുറച്ച് നേരം കിട്ടുമ്പോൾ മാത്രമേ ഫോൺ എടുക്കുകയുള്ളൂ, അല്ലാത്തടുത്ത് ഫോൺ എടുക്കാറില്ല. ഞാൻ ഫോണിൽ എല്ലാ കാര്യവും അറിയാവുന്നൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കായിട്ടൊരു സമയമുണ്ട്, ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വിളിച്ചാൽ കിട്ടാറുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം നിയോഗിച്ചതാണെങ്കിൽ കിട്ടിയിരിക്കും, ദൈവം നിയോഗിച്ചതല്ലേ കിട്ടിയിട്ടുണ്ടാവില്ല. പലരും പറയും, അച്ഛനെ ഞങ്ങൾ പലപ്പോഴും വിളിച്ച് കൺവെൻഷന് വിളിക്കും, പക്ഷെ അച്ഛൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് അച്ഛന് വരാൻ പറ്റത്തെ. ഞാൻ പറയും, ദൈവം നിയോഗിച്ചിട്ടുണ്ടാവില്ല, ദൈവം നിയോഗിച്ചാണെങ്കിൽ ഞാൻ വരും. അപ്പോൾ എൻ്റെ ഇടവേളകൾ നോക്കി കൃത്യമായിട്ട് ഫോൺ ചെയ്തൊരു മനുഷ്യനാണ് നിങ്ങളുടെ സെക്രട്ടറി. ഈ 3 ദിവസമാണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടെ എന്നോട് ഇടപെടുകയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ കൂടെ നിൽക്കുകയും യാതൊരു കുറവറിയിക്കാതെ എന്നെ കൊണ്ടു നടക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സെക്രട്ടറിനെ ഓർക്കുന്നു. ഈ സെക്രട്ടറിയോട് ഒപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ, അജി, ജസ്റ്റിൻ ചേട്ടൻ, അല്ലെ രഞ്ജിത്ത് ചേട്ടൻ, ഇവരൊക്കെ ഒത്തിറി സ്നേഹത്തോടു കൂടി ഓർക്കും. അവർ ഒരു ഗ്യാങ് ഉണ്ട്, നല്ലൊരു ഗ്യാങ് ഉണ്ട് എൻ്റെ പിന്നിൽ. പിന്നെ ആരൊക്കെയാണ്, കുറച്ച് പേരുണ്ട്, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അവരൊക്കെ നിൽപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ആവട്ടെ, അവരെയൊക്കെ സ്നേഹത്തോടു കൂടി ഓർക്കുക. കാരണം ഈ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ നല്ല സപ്പോർട്ടീവായിരുന്നു. അവരുടെ സ്നേഹവും സഹകരണം കൊണ്ടാണ് ഇന്ന് എനിക്കിവിടെ ആയിരിക്കാൻ പറ്റുക. അവരെല്ലാവരെയും കാരണം എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾക്ക് സങ്കടമാവും. എനിക്കാണെങ്കിൽ എല്ലാ പേരും പഠിക്കാനുള്ള ബുദ്ധിയുമില്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഞാൻ ഓർക്കുക ഈ നിമിഷം. അവർ തന്ന സ്നേഹത്തിനും എല്ലാ കാര്യത്തിനും, അതോടൊപ്പം തന്നെ കപ്പിയാർ, എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും നന്ദിയോട് കൂടെ ഓർക്കേണ്ട ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്താണ് ഞാനിന്ന് താമസിച്ചത്. ഞാൻ ഈ 3 ദിവസം താമസിച്ചത് നിങ്ങൾക്കറിയാം, പ്രശാന്ത് സാറിൻ്റെ വീട്ടിലാണ്. ഞാൻ ഈ 3 ദിവസം അവിടെ ആയിരുന്നു. എനിക്ക് വേണ്ടി ഈ മുകളിലെ സ്ഥലം ഒഴിച്ചിട്ടെന്നൊക്കെ ആയിരുന്നു, എൻ്റെ മുറിയായിരുന്നു അത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊട്ട് മുറിയാണ് കേട്ടോ, താലങ്ങം വിലങ്ങും നടക്കാനുള്ളൊരു മുറിയുണ്ട് എനിക്ക് കേട്ടോ. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു വീട്. അവരാരും മുകളിലേക്ക് വരില്ല. എൻ്റേതായിട്ടായിരുന്നു ഒരു 3 ദിവസം എനിക്ക് അവിടെ താമസിക്കാൻ പറ്റിയത്. എൻ്റെ അപ്പൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അന്നം തന്ന കയ്യെയും താമസിക്കാൻ ഇടം തന്ന ഇടത്തെയും മറക്കരുതെന്ന് എൻ്റെ അപ്പൻ എപ്പോഴും പറയും. മോനെ, നീ ഏത് സ്ഥലത്ത് പോയി താമസിച്ചാലും നിനക്ക് ആരെങ്കിലും ഒരു ഭക്ഷണം കയ്യിൽ വെച്ച് തരുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നിനക്ക് കുറച്ചു നേരം താമസിക്കാനോ ഇരിക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നീ അവരൊരിക്കലും മറക്കരുതെന്ന് എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പ്രശാന്ത് സാറിനോടും കുടുംബത്തോടും, പ്രശാന്ത് സാറിൻ്റെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഭാര്യയുടെ അമ്മയുണ്ട്, അതോടൊപ്പം തന്നെ 2 മക്കളുണ്ട്, ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള പലരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആ കുടുംബത്തിനെ നന്ദിയോടുകൂടെ ഈ നിമിഷം ഓർക്കാണ്. കാരണം അവർ തന്ന സ്നേഹവും അവർ തന്ന സഹകരണവുമാണ് എനിക്ക് ഈ 3 ദിവസം വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ അവസരം തന്നത്. കാരണം അവർ 3 ദിവസം എനിക്ക് നല്ല ഭക്ഷണം തന്നു, അതോടൊപ്പം നല്ല താമസ സൗകര്യം തന്നു, അതോടൊപ്പം തന്നെ ഈ പരിപാടികളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ കുടുംബം. ദൈവത്തിൻ്റെ നാമത്തിലെ ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി നന്മകളും ഒത്തിരി കൃപകളും ആ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രശാന്ത് സാർ ഇവിടെ ഒരു അത്യാവശ്യമായിട്ട് പോയേക്കാണ് സ്കൂളിലൊരു കാര്യത്തിന് വേണ്ടി. എങ്കിലും ആ കുടുംബം ഇവിടെ ഉണ്ട്. ആ കുടുംബത്തോട് ഞാൻ കൈകൾ കൂപ്പയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദൈവം തന്ന ഒരു അവസരമാണ്, ദൈവം തന്നൊരു അനുഗ്രഹമാണ് ആ കുടുംബം. ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് അവനെനിക്ക് തന്നു ഭക്ഷണം തന്നു, പാർപ്പിടം തന്നു. നന്ദിയുണ്ട്. മനസ്സിലുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നുള്ള ഉറപ്പ്. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകും. കാരണം ഞാൻ ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ആ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഈ 3 ദിവസം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അതിൻ്റെ കൃപ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏറ്റവും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.
നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഒരു നന്ദിയോടും പറയുന്നുണ്ട്. ഇവിടെ രഞ്ജിത്തേട്ടൻ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് ഉച്ചത്തെ ഭക്ഷണം നിന്ന് രഞ്ജിത്തേട്ടൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഗംഭീര ഫുഡായിരുന്നു കേട്ടോ, ഗംഭീര ഫുഡ്. എല്ലാ സാധനവും ഉണ്ടായിരുന്നു ടേബിളിൽ. ഇതെങ്ങനെ തിന്നു കൊടുക്കുന്ന മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. എന്നിട്ട് രഞ്ജിത്തേട്ടൻ നാടൻ കോഴി ഉണ്ടായിരുന്നു, ബീഫുണ്ടായിരുന്നു. എന്നെ തീറ്റിയായിരുന്നു എന്നറിയും ഞാൻ. ഗംഭീര തീറ്റിയായിരുന്നു കേട്ടോ. ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും. 2 മക്കളുണ്ട്, അവരെയും സ്നേഹത്തോടെ കൂടെ ഓർക്കും. നല്ലൊരു ഭക്ഷണം എനിക്ക് അവരായിട്ട് തന്നു. ഈ ഭക്ഷണം തന്ന കയ്യെ മറക്കുന്നറിയാണ്ടേ, ദൈവത്തിൻ്റെ, ഞാൻ എപ്പോഴും പറയും, അന്നം കൊടുക്കുന്നത് ദൈവമാണ്. അത് തരുന്ന കൈ അപ്പോൾ ദൈവത്തിൻ്റെ കൈയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. ഞാനൊരു പറ്റ് താഴെ പോയാൽ പോലും എടുത്ത് എൻ്റെ പാത്രത്തിലിട്ട് ഭക്ഷണിക്കുന്ന ഒരാളാണ്. ഒരു പറ്റ് പോലും ഞാൻ പുറത്ത് കളയില്ല. അതെൻ്റെ അപ്പം പഠിപ്പിച്ചൊരു കാര്യമാണ്. എപ്പോഴും അന്നത്തെ ബഹുമാനിക്കണം എന്ന് പറയും, ഭക്ഷണത്തെ ബഹുമാനിക്കണം എന്ന് പറയും. ഒരു പറ്റ് പോലും കളയാതെ തിന്നണമെന്ന് പറയും. കാരണം വിശപ്പിൻ്റെ വില അറിഞ്ഞവനെ ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഭക്ഷണം തരുന്ന കൈ ദൈവത്തിൻ്റെ കൈയാണ്. രഞ്ജിത്തേട്ടനെയും കുടുംബത്തെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് വേണ്ടി നീട്ടിത്തന്ന കരങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും നന്ദിയോടെ കൂടെ ഓർക്കുന്നത് നിങ്ങളെല്ലാവരെയാണ് കേട്ടോ. ഇന്നിവിടെ നിറച്ച ആൾക്കാർ ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. തേങ്ങപ്പുഴുക്ക് പോലെ ഇരിക്കാതെ നോക്ക്. കണ്ടോ, ഇന്നിവിടെ സ്ഥലം ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞിരുന്നു, പുറത്തുനിന്ന് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, കസേരകളോ ബെഞ്ചുകളോ പുറത്തേക്ക് ഇട്ടോളണമെന്ന്. ഇന്നതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ അച്ഛൻ്റെ പ്രസംഗത്തിനിടയിൽ ബെഞ്ച് ഇടലായിരുന്നു നിറച്ച്. ഇപ്പോൾ പിന്നിൽ കിടക്കുന്നതൊക്കെ ബെഞ്ചുകളാണ്. അപ്പോൾ അത്രയ്ക്ക് ആളുകൾ വരാൻ കാണിച്ച മനസ്സാണ് ഈ ധ്യാനത്തിൻ്റെ വിജയം, കൺവെൻഷൻ്റെ വിജയം എന്ന് പറയുക. അല്ലാണ്ട് അച്ഛൻ്റെ വിജയമല്ല, ഇത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങളാണ് വരാൻ കാണിച്ച വലിയ മനസ്സ്. ആ മനസ്സിന് നിങ്ങൾ തന്നെയാണ്. എനിക്കറിയാം, ജോലിയുണ്ട്, തിരക്കുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരം വരെ ജോലിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് അച്ഛൻ്റെ കസരത്ത് കാണാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇത്രയും നേരെ ഇരുന്ന് ഈ പ്രസംഗം കേൾക്കാമെന്ന് പറയുന്നതും 9:30 വരെ പോയാലും നിങ്ങൾ ഒരു മുഖം ചൊളിക്കാതെ ഇതിങ്ങനെ വാ പൊളിച്ചിരിക്കണതാണ്. ഈ ഇരിക്കണ കാണുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ തോന്നണം കേട്ടോ. അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. കാരണം ഞാൻ പറയും എപ്പോഴും, നിങ്ങൾ നല്ല മനുഷ്യരാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മനുഷ്യരാണ്. ഇനിയും അതുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ. അപ്പം നിങ്ങൾ തന്ന ഈ 3 ദിവസം ജോലി ഉണ്ടായിട്ടും തിരക്കുണ്ടായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ വരാൻ കാണിച്ച വലിയ മനസ്സിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവുണ്ടായിരിക്കില്ല ഈ 3 ദിവസത്തെ കൺവെൻഷൻ വന്നത്. അതൊരു അനുഗ്രഹം മാത്രമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. ദൈവം ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വന്നതിനും കേട്ടതിനും സ്വീകരിച്ചതിനും ചിരിച്ചതിനും ഞാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചതിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ തമാശയായിട്ട് പറയുന്ന കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അവരെയും എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ കൂടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇനി ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, ഇപ്പം നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, നല്ല കൊയറുണ്ട് കേട്ടോ, സൂപ്പർ കൊയർ. നിങ്ങൾ വിട്ടതല്ല കേട്ടോ, നിങ്ങൾ സൂപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല കൊയറാണ്, ഗംഭീര കൊയർ. പ്രിൻസേട്ടൻ നന്നായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പ്രിൻസേട്ടൻ നോക്കിയിരുന്നുള്ളോട്ട് ഒരു ചക്ക മുകളിൽ പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ നേരത്തെ, എനിക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തൊട്ട് ചക്ക നോക്കി. അപ്പുറത്തെ പറമ്പിലാണോ, നമ്മുടെ പറമ്പാണോ? ദൈവമേ കൊണ്ടുപോകാറെന്ന് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ചക്ക നോക്കി വന്നപ്പോഴാണ് പ്രിൻസേട്ടൻ്റെ തലയുടെ മുകളിലൊരു ചക്ക, അത് എണ്ണാൻ കൊത്തിയിട്ടുണ്ട്, നോക്കിയിരുന്നോ? എന്തെങ്കിലും ആവട്ടെ. അപ്പം അതുകൊണ്ട് ഈ കൊയറിനോടും ഒത്തിരി നന്ദി പറയാണ്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം കേട്ടോ. അവസാനത്തെ ദിവസം അച്ഛൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കൂടെയുള്ള ദൈവത്തിൻ്റെ 3 പ്രത്യേകതകളിൽ 2ാമത്തെ പ്രത്യേകതകളാണ് ഇന്നലെ നിർത്തിയത്. എന്താണ് 1ാമത്തെ പ്രത്യേകത? അബ്രാഹത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. എന്താണ് അബ്രാഹത്തിൻ്റെ ദൈവം? അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കുന്ന ദൈവമാണ്. ദൈവമേ പഠിച്ചൂല. ഇസഹാക്കിൻ്റെ ദൈവം. എന്താണ് ഇസഹാക്കിൻ്റെ ദൈവം? എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്നു. മിണ്ടരുതിട്ടാ, ഇങ്ങനെ ഇരുന്നോ, ചത്തു മിണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിൻ്റെ ദൈവം കേട്ടോ. ഇനി ഈ ഇസഹാക്കിൻ്റെ ദൈവത്തിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അച്ഛനിങ്ങനെ വചന പ്രഘോഷണം നടത്തേണ്ട ഒരു അച്ഛനൊന്നല്ല, ഒരു പള്ളിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഇടവക ജീവിതം നയിക്കേണ്ട ഒരു അച്ഛനാണ്. പക്ഷെ എന്തുകൊണ്ട് അച്ഛനിങ്ങനെ വചന പ്രഘോഷണത്തിന് ഇറങ്ങി തിരിച്ചെന്നറിയോ? അത് അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു അനുഗ്രഹം കൊണ്ടാണ്.
എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു അനുഗ്രഹം ഉണ്ടായെന്നറിയോ? എൻ്റെ അപ്പൻ്റെ ക്യാൻസറാ. അത് ഞാൻ ദൈവത്തോട് അത് അനുഗ്രഹമായിട്ട് പറയുന്നൊരു മനുഷ്യനാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുട്ടും മോനാടവേ, സ്വന്തം അപ്പന് ക്യാൻസർ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയണേ. ഞാൻ പറയുന്നത് അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എൻ്റെ അപ്പൻ്റെ ക്യാൻസർ പറയാറ്. അപ്പൻ്റെ ക്യാൻസർ ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് നിൽക്കില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ വരില്ല, ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോയില്ല. പക്ഷെ എൻ്റെ അപ്പന് ദൈവം ക്യാൻസർ കൊടുത്തപ്പോഴാണ്, ആ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചത്. എൻ്റെ അപ്പന്, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ കേട്ടോ. എനിക്ക് അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ. കണ്ട ഈ കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ് എൻ്റെ തന്തയ്ക്ക്. എന്തെങ്കിലാവട്ടെ, താനീ കാട്ടുപോത്ത ഈ എന്തുട്ടാ പറയുക, എപ്പോഴും ദേഷ്യമാണ്. എൻ്റെ അപ്പൻ്റെ സ്വഭാവം അങ്ങനെ, എപ്പോഴും ദേഷ്യമാണ്. ചില അപ്പച്ചമാരെ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അപ്പനും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ദേഷ്യക്കാരനാ. ഈ മൊരട്ട് സ്വഭാവമുള്ളൂ എപ്പോഴും. എന്തെങ്കിലും ചോദിച്ചാൽ എന്താ അപ്പ എന്തുണ്ടപ്പോൾ വിശേഷം? ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചോ? നിനക്കറിഞ്ഞിട്ട് എന്തിനാ? ഇതാണ് എൻ്റെ തന്ത. എല്ലാ കാര്യത്തിനും ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ എൻ്റെ അപ്പൻ. ഭയങ്കര ദേഷ്യമാണ് എൻ്റെ അപ്പന്, എപ്പോഴും മൊരട്ട സ്വഭാവമുള്ളൂ കേട്ടോ. ഈ അപ്പൻ എനിക്ക് 10-25 വയസ്സ് വരെ എനിക്ക് എൻ്റെ അപ്പനെ ഇഷ്ടമല്ലായിരുന്നു. സത്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. 25 വയസ്സ് വരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛനാകുന്ന വരെ എൻ്റെ അപ്പൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ എപ്പോഴും ദേഷ്യമാണ് എൻ്റെ അപ്പന്. 25-ാമത്തെ വയസ്സിലാണ് ഞാൻ അച്ഛനായപ്പോൾ എൻ്റെ അപ്പനേക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. എൻ്റെ അപ്പനെ ഇഷ്ടപ്പെടാൻ കാരണം അത് തന്നെയാണ്. 25 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനോട് എനിക്ക് ഇച്ചിരി ഇഷ്ടം തോന്നി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തന്ത ആരാന്ന്, എൻ്റെ അപ്പൻ എന്നെ എന്തോരം സ്നേഹിക്കേണ്ടെന്ന്. പക്ഷെ അത്ര നാൾ വരെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അപ്പന്മാരെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പലരും പറയും അല്ലാന്ന് പറയും. ശരിയല്ലേ? അതെ, എല്ലാ യുവാക്കളുണ്ട്. ഞാൻ താഴേക്ക് വരാതെ കുറച്ചുകൂടി നല്ലത് കേട്ടോ. എനിക്കാകുമ്പോൾ കുറച്ചും കൂടി അവരെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. അതാണ് അച്ഛന്മാരെ ഞാൻ പൊക്കോട്ടെ താഴേക്ക്. ഓക്കെ. മുകളിൽ നിൽക്കുമ്പോൾ ഒരു സുഖമില്ല, നിങ്ങളുടെ താഴെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. സുഖമുണ്ട്. ഈ കിളുത്ത് സാധനം ചോദിക്കാം സുഖമുണ്ടോ എന്ന്. സുഖമുണ്ട് കേട്ടാ. അപ്പോൾ അവളെയോ പ്രശ്നമുണ്ടോ? നോക്കിക്കോണോട്ടോ, എന്നോട് മാറിക്കാനോ? ഓക്കെ. അപ്പം അതുകൊണ്ട് എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി മൊരട്ട് സ്വഭാവമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാക്കണമെങ്കിൽ 25 വയസ്സ് വരെ വേണ്ടി വന്നു കേട്ടോ. 25 വയസ്സ് വരെ വേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന ചെറുക്കന്മാരോട്, എടാ ആ പെഞ്ചിമിരിക്കണ ലാസ്റ്റ് വൺ, യു സ്റ്റാൻഡ് അപ്പ്, യു സ്റ്റാൻഡ് അപ്പ്, കമോൺ. The second person also come on. Come on. Third person is also come on. വാ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. വാ, ഇവർ യുവാക്കളാണെന്നാണ് എൻ്റെ വെപ്പ്. എന്തെങ്കിലും ആവട്ടെ, വരുതെന്നോ? നീ സുന്ദരനാ കേട്ടോ, നീ സുന്ദരനാ, നീ അതിലേറെ സുന്ദരനാ. ഇവനാണ് ഏറ്റവും കൂടുതൽ ബെഞ്ച് പിടിച്ചിട്ട കേട്ടോ. ഇവനാണ് നമ്മുടെ ഷൈൻ്റെ കൂടെ പോയി ബെഞ്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പേരെന്നോട്ടാ? ജസ്റ്റിൻ. ഗംഭീര ശബ്ദമുള്ള ജസ്റ്റി കേട്ടോ. ജസ്റ്റി, പപ്പനെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഉണ്ട്. ഒന്ന് പോടാ. ഇവൻ്റെ പപ്പ വന്നിട്ടില്ല. നീ രക്ഷപ്പെട്ടു. നീ കൂടെ വന്നേടാ. നീ സത്യം പറഞ്ഞാൽ മതി. ഞാൻ 25 വയസ്സിൽ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. പേരെന്നോട്ടാ? ലിജിനെ പപ്പനെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഇല്ല. അതെല്ലാം ആണുങ്ങൾ എങ്ങനെയാണേ. നീ വന്നേ. ജസ്റ്റിനോട് എനിക്ക് സംശയമുണ്ട്, ഞാൻ നിനക്ക് തരാം. പേരെന്നോട്ടാ? റിജോയെ പപ്പനെ കെട്ടിപ്പിടിക്കോ? അപ്പൊ എൻ്റെ അടുത്ത് രക്ഷപ്പെട്ട് 12 വയസ്സായി. ഓ സോറി. ഓക്കെ റിജോയ്, എനിക്കറിയില്ല ചേട്ടാ, സോറി കേട്ടോ. ഞാൻ പറയുന്നറിയോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സാധാരണ ഒരു പ്രായമായ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു യുവാവ് അപ്പനെ കെട്ടിപ്പിടിക്കില്ല. ഇപ്പൊ ലിജോയിലെടുക്ക്, ഇവന്റെ പ്രായം നിങ്ങൾക്ക് എത്ര വയസ്സായി? 27. കണ്ട പറയില്ല കേട്ടോ. നീ വളരെ, ഞാൻ വിളിച്ച് +2 പഠിക്കുന്നതാ കേട്ടോ. ഓക്കെ. ലിജോയോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. ലിജോയ് കെട്ടിപ്പിടിക്കാറില്ല. ഒരു യുവാവും ഒരു 25 വയസ്സ് വരെ കെട്ടിപ്പിടിക്കാറില്ല. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. 10-25 വയസ്സ് വരെ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ചില്ല. എനിക്ക് എൻ്റെ അപ്പനോട് ഒടുക്കത്തെ ദേഷ്യമായിരുന്നു. ഭയങ്കര സ്വഭാവമാണ്, ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം എൻ്റെ അപ്പൻ്റെ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കും, അപ്പനോട് ചോദിക്കും, അപ്പൻ ചോദിക്കും എന്തിയാ വന്നേ? ഞാൻ പറയും എൻ്റെ വീടല്ലപ്പാ, ഇതാണ് എൻ്റെ അപ്പൻ. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം എന്നറിയോ, ഈ ലോകത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അപ്പനാ. പക്ഷെ അമ്മമാരുടെ സ്നേഹത്തിനൊരു പ്രത്യേകത അറിയോ, അമ്മമാര് പെട്ടെന്ന് സ്നേഹം കാണിക്കും. അമ്മേൻ്റെ അടുത്ത് പോയിരിക്കാറുണ്ടല്ലോ ജോയ്? ഉണ്ട്. അമ്മേനെ കെട്ടിപ്പിടിക്കാറുണ്ടോ?
ഇടയ്ക്ക് വേണ്ട, ഇടയ്ക്കെങ്കിലും കെട്ടിപ്പിടിക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് മൊത്തം കെട്ടിപ്പിടുത്താ, അങ്ങോട്ട് വാ ജസ്റ്റ്. ജസ്റ്റിയേ അമ്മേനെ കെട്ടിപ്പിടിക്കോ? പിടിക്കും. നിന്റെ വീട്ടിൽ നിന്നിവിടെ കെട്ടിപ്പിടുത്തം കുടുംബമാണോ? ഫുള്ള് കെട്ടിപ്പിടുത്തമുള്ള ജസ്റ്റ്. ഇങ്ങനെ ആയിരിക്കണം മക്കൾ കേട്ടോ, കെട്ടിപ്പിടിക്കണം. അവൻ ചെറിയ പ്രായത്തിൽ തൊട്ട് അപ്പനും അമ്മേനും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്നു, നല്ല കാര്യം കേട്ടോ. ഞാനെന്താ പറയുന്നറിയോ, ഒരു പ്രായം വരെ നമ്മുടെ അപ്പനെ നമ്മൾ മനസ്സിലാക്കില്ല. അത് എപ്പോഴും ചിന്തോളൂ. ഇവരുടെ സ്വഭാവം കണ്ടല്ലോ, ഈ മുരട്ട് സ്വഭാവമായിരിക്കും അപ്പന്മാർക്ക് എപ്പോഴും. നിങ്ങൾ ചിന്തിച്ചോളാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്നറിയോ, നമ്മുടെ അപ്പന്മാരെ കൊണ്ട് അങ്ങനെ ആയെന്നറിയോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്ക്. നമ്മുടെ പിള്ളേര്, ഈ യുവതിവാക്കളെ എപ്പോഴും അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറയും. എനിക്കതൊരു കുറവൊന്നുമല്ല കേട്ടോ. പക്ഷേ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയില്ല. കാരണം എന്നറിയോ, അപ്പൻ സ്നേഹം കാണിക്കാറില്ല. ശരിയല്ലേ? കണ്ടോ, എൻ്റെ തന്തയും ഇവൻ്റെ തന്തയും പോലെ ഏകദേശം ഒരു വലിയിരിക്കണം എന്നിട്ട്. നിന്റെ തന്ത എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ? ആ ഭാഗ്യം, രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ആ പുള്ളി കേട്ടെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റത്തില്ല ഇന്ന് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ 25 വയസ്സ് വരെ, ഞാൻ ഇപ്പോഴും പറയും 25-26 വയസ്സ് വരെ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാൻ, വർത്താനം പറയാൻ. അമ്മേനെ അങ്ങനെയല്ല. ലിജോയ് പറഞ്ഞ പോലെ അമ്മേൻ്റെ അടുത്ത് എപ്പോഴും പോയിരിക്കും, അമ്മേനെ കെട്ടിപ്പിടിക്കും, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നൊരു കാര്യമോ, ഈ അപ്പന്മാർക്കൊക്കെ ഒടുക്കത്തെ സ്നേഹ. അവർ പലപ്പോഴും അത് കാണിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം, അവർ ഉള്ളി വെച്ചുകൊണ്ട് നടക്കും. അപ്പം നിങ്ങൾ നോക്കി, എൻ്റെ അച്ഛൻ ഉള്ളി വെക്കണ സ്നേഹം മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നറിയോ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഈ അപ്പന്മാരായിരിക്കും. ഞാൻ ഇന്നും ഫേസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് എൻ്റെ അപ്പനെ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നിങ്ങളെല്ലാം ചിന്തിക്കും, എൻ്റെ അപ്പം വർത്താനം പറഞ്ഞു വെച്ചാൽ ജന്മത്ത് വർത്താനം പറയില്ല. ഫോൺ വിളിച്ചാൽ തന്നെ അപ്പ എന്താടാ, എന്തുണ്ടപ്പ വിശേഷം? ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചു എന്നിട്ടൊക്കെ അറിയാമായിരുന്നേ, അറിഞ്ഞിട്ട് എന്തിനാ? അമ്മ എന്ത് ഇവിടെ ഉണ്ട്, അമ്മയ്ക്ക് കൊടുക്കോ? എന്തിനാ? ഞാൻ പറയും അമ്മയ്ക്ക് കൊടുക്കണേ. ഇപ്പം എന്തിനും കാര്യം ഉണ്ടാവും. എന്തിനിപ്പോൾ കൊടുത്തിട്ട് എന്തിനാ? ഇതാണ് എൻ്റെ തന്ത. എന്നാൽ അമ്മേനെ വിളിക്കണം. എൻ്റെ പൊന്നോ, എന്തോരം വിളിച്ചാലും സംസാരം തീരാത്തൊരു തള്ള എൻ്റെ തള്ള. എന്തോരം 2 മണിക്കൂറൊക്കെ സംസാരിക്കും. 2 മണിക്കൂറൊക്കെ നീപ്പനിരുന്ന് സംസാരിക്കും. പറയുന്ന മുഴുവൻ അയൽവക്കക്കാരുടെ കുറ്റമൊക്കെയാണ്. എന്തെങ്കിലും ആവട്ടെ, ലോകത്തുള്ള എല്ലാ കുറ്റവും പറയും. കുറച്ച് നാളും വിളിച്ചിട്ട് പറയാം, മോനെ മഴ പെയ്യുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ മഴ പെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ എന്തൊട്ടാ ചെയ്യുക? കുറച്ചാളും പറയാ കിച്ചു പ്രസവിച്ചു എന്ന്, വീട്ടിലെ പൂച്ചയാ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, ഞാനല്ല ഉത്തരവാദി. അമ്മ ആവശ്യമില്ലാത്ത കാര്യമൊന്നും എന്നോട് പറയും. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന തള്ളയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടില്ല കേട്ടോ, ഒരു പടി സ്നേഹം എനിക്ക് എൻ്റെ അപ്പനോടുണ്ട്. കാരണം 25 വയസ്സ് വരെ എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. 26 വയസ്സ് വരെ എൻ്റെ അപ്പനെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അപ്പനോട് ഭയങ്കര സ്നേഹമുണ്ട്. എൻ്റെ മക്കൾ പൊക്കോ. താങ്ക് യു കേട്ടോ. ദൈവം അനുഗ്രഹം. അവർ നല്ലൊരു കൈഡി കൊടുത്തേ. പിള്ളേരെ വിളിച്ചിട്ട് വന്നതല്ലേ, ഞാനിപ്പോൾ തന്നെ വിളിച്ചോളാൻ പോയിരുന്നോ? അപ്പോൾ എനിക്കെന്താ പറയാന്നറിയോ, എൻ്റെ അപ്പന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 26 വയസ്സിലാണ് എൻ്റെ അപ്പനെ സ്നേഹിച്ചു തുടങ്ങണേ. കുറച്ചെങ്കിലും സ്നേഹിച്ചു തുടങ്ങും. കാരണം പണ്ട് എൻ്റെ അപ്പൻ്റെ മുഖത്തൊക്കെ എൻ്റെ അപ്പൻ കരയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഈ പുരുഷന്മാർ കരയത്തില്ല, അവരിങ്ങനെ പിടിച്ചിരിക്കും. എൻ്റെ അപ്പൻ അങ്ങനെ തന്നെയാണ്, കരയത്തില്ല, ചിരിക്കത്തില്ല, ഒരു അത്യാവശ്യം കൂടുതൽ സംസാരിക്കത്തില്ല എൻ്റെ അപ്പൻ. ഇന്നും എൻ്റെ അപ്പൻ അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ അപ്പൻ ജീവിതത്തിൽ കരയണിട്ടില്ല. ലിജോയെ എഴുന്നിട്ട് നേടാ, നീ നിന്റെ അപ്പൻ കരയണുണ്ടാ? ഇല്ല. അതാണ് അവൻ്റെ തന്ത. എൻ്റെ തന്ത അതുപോലെ പോലെ തന്നെ തന്ത കുഴപ്പം കറക്റ്റാ, കരയില്ല. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാര് കേട്ടോ, നിങ്ങൾ ആരും കരയണാണില്ല. അത് അവരുടെ മനസ്സിൽ വിഷമില്ലാഞ്ഞിട്ടോ സങ്കടം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമില്ല, കരയത്തില്ല. അവര് കരയുന്നത് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും, അല്ലാണ്ട് ഭാര്യയുടെ മുമ്പിൽ പിള്ളേരുടെ മുമ്പിൽ കരയില്ല. എൻ്റെ അപ്പൻ അങ്ങനത്തെ അപ്പനായിരുന്നു. ഞാൻ കരയണിട്ടില്ല എൻ്റെ അപ്പൻ. ഈവൻ എൻ്റെ അപ്പൂപ്പൻ മരിച്ചെടുക്കുമ്പോൾ, എൻ്റെ അപ്പൻ്റെ അപ്പം മരിച്ചെടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇന്ന് കരയാം. എൻ്റെ തന്ന മാത്രം ഇതിങ്ങനെയൊക്കെ. ഞാൻ മോനല്ലേ, ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ. ഞാൻ ചെന്നു എൻ്റെ അപ്പൻ്റെ അടുത്ത്. അപ്പനിങ്ങനെ നിൽക്കാട്ടോ. അപ്പം അപ്പൻ്റെ അടുത്ത് വന്നു. അപ്പനിങ്ങനെ നിൽക്കാം. അപ്പൻ്റെ അടുത്ത് വന്നു. അപ്പാ എന്തേ? ഞാൻ അപ്പം അപ്പൂപ്പൻ്റെ ഡെഡ് ബോഡി മുമ്പിൽ കിടക്കണ്ട്. ഞാൻ പറഞ്ഞു പോട്ടെ അപ്പ. അപ്പം അപ്പുറത്തുനിന്ന് അപ്പൻ്റെ പെങ്ങന്മാര് അയ്യോ പോയേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ അപ്പൻ്റെ മേത്തോട്ടിരുന്നു. അപ്പ എന്താടാ? പോട്ടേപ്പ. ആർക്ക് വോട്ട് ചെയ്തു? വിഷമിക്കണ്ടപ്പ. ആർക്ക് വിഷമം?
ഞാൻ പറഞ്ഞു എനിക്ക് എന്തു പറഞ്ഞിട്ട് ഈ അപ്പൻ ഇങ്ങനെ പറയുള്ളൂ, അവസാനം എന്തെങ്കിലും പറഞ്ഞ് ഇതിനൊന്ന് ആശ്വസിപ്പിക്കണ്ടെന്ന് വെച്ചോണ്ട് ഞാൻ ആ കൈക്ക് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അപ്പൻ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കുക. എടുത്ത വഴിക്ക് പറഞ്ഞെന്ന് അറിയോ, എനിക്ക് പറയാൻ പറ്റാത്തതാ. എടാ പൂ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ, എടാ പൂ പോയേ, നിങ്ങൾ ഓർക്കണം ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളണം. എൻ്റെ അപ്പൻ അങ്ങനെയാ. പക്ഷേ 26 വയസ്സിലാണ് ഞാൻ തിരിച്ചറിയണത് എൻ്റെ അപ്പന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. ഇതെങ്ങനെ തിരിച്ചറിഞ്ഞെന്നറിയോ? ആ സംഭവങ്ങൾ ഞാൻ അധികം സ്ഥലങ്ങളിൽ പറയാത്തൊരു സംഭവമാണ് ഇവിടെ പറയാൻ പോണേ. ഞാനതെങ്ങനെ തിരിച്ചറിഞ്ഞെന്നറിയോ? 26 വയസ്സിൽ എൻ്റെ തിരുപ്പട്ടം നടക്കുന്ന സമയത്ത്, അന്നത്തെ ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത്, അന്ന് തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് നമുക്ക് കൈകളിലൊക്കെ മുത്തം തരും ആൾക്കാർ. ഞങ്ങൾക്കന്ന് തിരുപ്പട്ടത്തിന് അന്ന് മാത്രം ഇടവേ ഒരു മുത്തം കിട്ടുള്ളൂ, പിന്നെ കിട്ടത്തില്ല. അന്നാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നൊരു ദിവസമാണ് അന്ന്. അച്ഛനാകുന്നവരുടെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പതിവുണ്ട്. നിങ്ങൾക്ക് ഇടയിലുണ്ടോ? ഇല്ല. അച്ഛൻ പട്ടം സ്വീകരിച്ച് അന്ന് മുത്തം കിട്ടില്ല. കവളുത്തൊന്നല്ല, കൈകളിൽ. കാരണം നിങ്ങൾക്ക് പിന്നെ മുത്തം കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് കൊച്ചമ്മയുണ്ടാവും, പിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് പിന്നെ തന്നീന് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആകെ അന്ന് കിട്ടി അവസാനിപ്പിക്കണമെന്ന് അർത്ഥം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അന്ന് ഇഷ്ടം പോലെ മുത്തം ഞങ്ങൾക്ക് കിട്ടും കേട്ടോ, ഇഷ്ടം പോലെ മുത്തം. നമ്മുടെ അച്ഛനാകുന്നവരുടെ കൈ മുത്തണമെന്ന് പറയും, ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, അനുഗ്രഹം. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് തിരുപ്പട്ടം സ്വീകരിച്ചന്ന് കേട്ടോ, 2015 ഡിസംബർ 30 തിരുപ്പട്ടം സ്വീകരിച്ചന്ന് എനിക്കന്ന് ഒത്തിരി മുത്തം കിട്ടി. അപ്പം രാത്രിയായിട്ടും ഞാൻ ജീവിതത്തിൽ അച്ഛനാകുന്ന നാട്ടുകാർക്കോ വീട്ടുകാർക്കോ തോന്നിയിട്ടില്ല, ജീവിതത്തിൽ ആർക്കും തോന്നിയിട്ടില്ല ഞാൻ അച്ഛനാകുന്നു. പക്ഷേ ഞാൻ അച്ഛനായെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതുകൊണ്ട് കൈമുത്തലൊക്കെ ആയിരുന്നു, ഭയങ്കര മുത്തായിരുന്നു. രാത്രി 11 മണിയായിട്ടും മുത്തും നിർന്നിട്ടില്ല. അപ്പം ഞാൻ വീടിനകത്തിരിക്കുന്നു, എല്ലാവരും എന്നെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, കൈമുത്തുന്നു, അനുഗ്രഹം വാങ്ങിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. 11:30 മണിയായിട്ടും പ്രാർത്ഥന തീരണില്ല, അനുഗ്രഹം തീരണില്ല. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് പള്ളി പോകാനുള്ളതാ. എൻ്റെ തന്ത ഞാനിരിക്കുന്ന കസേരയുടെ 2 സൈഡ് വന്ന് നോക്കി, പുള്ളിക്ക് ഇഷ്ടപ്പെടല്ല. പുള്ളി പോയി, തിരിച്ചും വന്നു, നോക്കി, ഇഷ്ടപ്പെടല്ല, പോയി, തിരിച്ചു വന്നു, ഇഷ്ടപ്പെടല. അപ്പം എനിക്കറിയാം പുള്ളിക്ക് ഇഷ്ടപ്പെടണമെന്ന്. പുള്ളിയുടെ 3-4 അടുത്ത് പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഞാൻ കുറച്ച് 11:30 11:45 ആളുകൾ വർത്തമാനം പറയൽ നിർത്തണില്ല. അപ്പം വന്നിട്ട് പറഞ്ഞു ഡാ. ഞാൻ വിചാരിച്ച അന്ന് എൻ്റെ അപ്പൻ അച്ഛാന്ന് വിളിക്കുമെന്ന് വിചാരിച്ചേ. ഞാൻ കസേരയിൽ നിന്നിട്ട് അപ്പ, അച്ഛൻ, പിന്നെ കൊച്ചൻ, പോയി കിടന്നുറക്കടാ. 11:45 എന്നോട് പറയാം, പോയി കിടന്നുറക്കടാ. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പ 26 വയസ്സായി എനിക്ക് ഞാൻ പൊക്കോളാം. നിന്നോട് ഞാൻ പറഞ്ഞ കേട്ടാ, നീ പോയി കിടന്നുറക്കടാ. എനിക്ക് ഒടുങ്ങാത്ത ദേഷ്യം വരുന്ന എൻ്റെ തന്തയോട് അന്ന്. കാരണം 16 വയസ്സായി, അച്ഛനായി, പുള്ളി ഇപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ദേഷ്യമൊക്കെ മൂത്തിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോയി, കട്ടിൽ കിടന്നുറങ്ങാൻ പോയി കിടന്നുറങ്ങടാ, രാവിലെ എഴുന്നേക്കണ്ടേ, പോയി കിടന്നു, കുരിശ് വരച്ച് കിടന്നുറങ്ങടാ, കട്ടിലിൽ പോയി കിടന്നുറങ്ങി. കട്ടിൽ പറഞ്ഞു വാതിലടക്കണ്ടട്ടാ. ഞാൻ ചോദിച്ചു എന്തിനാ? നിന്നെ വിളിക്കണ്ട രാവിലെ. ഓക്കെ, അന്ന് വാതിൽ ഞാൻ പതുക്കെ ചാരി ഞാൻ കിടക്കാം. ഞാൻ ഷോർട്ടാക്കി പറയാം, ഇത് പറഞ്ഞു തുടങ്ങി കുറേ പറയും, ഷോർട്ടാക്കി പറയാം. എനിക്ക് കാരണം എൻ്റെ അപ്പനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വാതിൽ പതുക്കെ ചാരിയിട്ട് കിടന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, എല്ലാവരും പോയി. അപ്പൻ്റെ വഴുക്കട്ടെ, അപ്പം മൂത്ത പുത്രനായതുകൊണ്ട് അപ്പൻ്റെ വഴുക്കട്ടെ എല്ലാവരും പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ വാതിൽ തുറന്ന് അകത്ത് വരാം. ഞാൻ വെച്ചത് ആരാടെ ഈ വന്നെ? അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനാ വന്നെ കേട്ടോ. അപ്പോൾ ഈ ഇരുണ്ട വെളിച്ചമുണ്ട് മുറിയിൽ, അത് ലൈറ്റ് ഇട്ടുണ്ട്, ചെറിയൊരു വെളിച്ചമുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ അപ്പനെ. പുള്ളി വന്നെ എങ്ങനെയാണെന്നറിയോ? ഈ പൂച്ച നടന്നു പോകണമല്ലേ രാത്രി. ഞാൻ വിചാരിച്ചു ഈ പുള്ളി, എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാർക്കശ്യമുള്ള, ദേഷ്യമുള്ള, ആരെയും കിടുകിടാ വിറപ്പിക്കുന്ന, ഒരിക്കലും വഴങ്ങാത്തൊരു തന്ത എൻ്റെ തന്ത. ഞാൻ നോക്കുമ്പോൾ മിക്കി മൗസിലെ പൂച്ച നടന്നു വരിക. ഞാൻ വിചാരിച്ചു ഈ തന്തയിൽ നടന്നു തന്നെ ഇങ്ങനെ. ഞാൻ നോക്കാൻ പോയില്ലോട്ടെ. ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മന്നല്ലേ വിളിച്ചേക്കാന്ന് വെച്ചോണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 10-20 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ. അന്ന് വൈദിക പട്ടം സ്വീകരിച്ച ദിവസം ഞാൻ കൈയുയർത്തി പറഞ്ഞു അപ്പാ. അപ്പം എന്നോട് എടുത്തു ചോദിക്കും ഉറങ്ങിയില്ലടാ. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പം ഉറക്കം വന്നാലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങില്ലെന്ന് വെച്ചോണ്ട് പുള്ളി പോയി. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വരിക, വാതിൽ തുറന്ന് പതുക്കെ വരിക. ഞാനാണെങ്കിൽ അപ്പാന്ന് വിളിക്കാനും പോയില്ല, കാരണം അപ്പാന്ന് അങ്ങനെ വിളിച്ചാൽ പിന്നെ തെറി പറയും. എന്തിനീ രാത്രി മുഴുവൻ ഇരുന്ന് തെറിയേക്കണമെന്ന് വെച്ചോണ്ട് ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങുക. പുള്ളി ഇങ്ങനെ പൂച്ച നടക്കണ പോലെ നടന്ന് വന്ന് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ കണ്ണുറഞ്ഞിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ അപ്പം നോക്കി വഴി പുള്ളി എടുത്തു വഴിക്ക് ചോദിച്ചു നീ ഉറങ്ങിയില്ലടാ. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പം ഉറക്കം എന്നെ ഉറങ്ങണമെങ്കിൽ. അപ്പം പോയി. 10-20 മിനിറ്റ് ഇപ്പം പിന്നെയും വരിക. ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്ക് എന്തിനാ വട്ടായോ. ഞാൻ എന്താന്ന് വിചാരിച്ച എന്തെങ്കിലും ഉറങ്ങി കാണിച്ചേക്കാം, പുള്ളിക്ക് ഉറങ്ങിയോ നോക്കാൻ വരുന്നതായിരിക്കും. ഉറക്കത്തിൽ വന്നേക്കാം. വന്നു,
എൻ്റെ അടുത്ത് വന്നു, എഴുന്നേറ്റ് നോക്കി, ഇങ്ങനെ നിന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ചു ഉറക്കം കാണിച്ചൊക്കെ. എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഞാൻ, പക്ഷെ ഞാൻ കണ്ണടിച്ചു. അപ്പം മരണം കണ്ടു, കണ്ണടച്ച വഴി പുള്ളി എന്നിട്ട് ചെയ്യണമെന്നറിയോ, പുള്ളി കൈ എടുത്തിട്ട് എൻ്റെ മൂക്കത്ത് വെച്ച് നോക്കാം. ഞാൻ വിചാരിച്ചു ചത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കർത്ത, മൂക്കത്ത് വെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ടുള്ള രംഗമാണ് ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ചത്. എന്നിട്ടെന്നറിയോ, നമ്മൾ ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ വയറെന്ത് ചെയ്യും, പൊന്തയും താഴും ചെയ്യും. ഉറങ്ങുമ്പോൾ പൊന്തയും താഴും ചെയ്യില്ലേ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ തന്ത 10-26 വയസ്സോളം മോൻ്റെ ഷർട്ട് പോക്കി നോക്കണു. ഞാൻ വിചാരിച്ചു എന്തൊട്ട് തന്തിയുടെ 10-12 മണിക്ക് സ്വന്തം കൊച്ചിൻ്റെ വയറ് കാണാൻ വന്നേക്കണം. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടാനും പോയില്ല. പുള്ളി ഷർട്ട് പോക്കി നോക്കി, വയറ് പൊന്നണ കണ്ടു, പുള്ളി പോയി. ഞാൻ വിചാരിച്ചത് എന്തിനാ പിന്നെയും വന്നെ. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വരാം. ഞാൻ വിചാരിച്ച പുള്ളിക്ക് വയറ് കണ്ടെന്നൊന്നും പോരെ. ഞാനൊന്നും പറയാനും പോയില്ല. ഞാനാണെങ്കിൽ കൂർക്കം വലിച്ച് കാണിക്കുക. പിന്നെ പുള്ളിക്ക് ചിലപ്പോൾ ഉറക്കം മുങ്ങിയൊന്നും അറിയാനായിരിക്കും. കൂർക്കം വലിച്ച് കാണിക്കുമ്പോൾ ഏട്ടാ പിന്നെ രംഗം വരുന്നത്. ഞാൻ കൂർക്കം വലിക്കുക. പുള്ളി എൻ്റെ അടുത്ത് വന്നു, എൻ്റെ കൂർക്കം വലി ശ്രദ്ധിക്കുക. പിന്നെ എന്നിട്ട് ചെയ്യണമെന്ന് പറയും എൻ്റെ അപ്പൻ. എനിക്കത് ഇന്നും ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം 10-26 വയസ്സ് വരെ എൻ്റെ അപ്പനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എൻ്റെ അപ്പനെ മനസ്സിലാക്കണേ. എൻ്റെ അപ്പൻ അന്ന് ഞാൻ കൂർക്കം വലിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് എൻ്റെ ഈ തലയെടുത്തിട്ട് അപ്പൻ്റെ വലത്തെ കാലിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എനിക്ക് എൻ്റെ അപ്പനൊരു ഉമ്മ വന്നു. അന്ന് എനിക്ക് വേറെ കുറേ പേര് ഉമ്മ വന്നു, പക്ഷെ അന്ന് എനിക്ക് എൻ്റെ അപ്പനൊരു ഉമ്മ തന്നെ. എവിടെ തന്നേന്നറിയോ, ഇവിടെ ഒരു ഉമ്മ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നിങ്ങനെ ഈ കാലമിൽ നിർത്തിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ എന്നിട്ട് എന്നോട് പറയാ, ജിനുമോനെ, അപ്പനെ നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അപ്പനെ സ്നേഹിക്കാൻ അറിയില്ല മോനെ. ഇത് പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ കരയാ. ഞാൻ ശരിക്കും എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഒന്നും ഇല്ലാണ്ടായി പോയി. ആ ദിവസം ഞാൻ കേൾക്കണ്ട ഈ അപ്പൻ കൈ എന്തി കരയണത്. എന്നിട്ട് എൻ്റെ അപ്പൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കുക. കുറച്ചു നേരം എങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓർക്കായിരുന്നു എൻ്റെ അപ്പൻ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കാണിക്കണില്ല. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ സ്നേഹനിധിയായ അപ്പൻ എന്നെ മനസ്സിലാക്കണ്ടല്ലോ. രാവിലെ 5 മണിയായപ്പോൾ ഇന്ന് എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിച്ച് കൊല്ലും. 5 മണിയായപ്പോൾ വാതിക്ക് ഒരാൾ മുട്ടി, ഡാ എഴുന്നേക്ക. ഞാൻ സ്നേഹത്തോടെ ഓടി ചെന്നേക്കാം. എന്തേ തീർന്നു. ഇതാണ് എൻ്റെ അപ്പൻ. പക്ഷെ ഈ അപ്പനെ ഞാൻ അന്നാണ് മനസ്സിലാക്കാൻ തുടങ്ങണേ. അന്നാണ് എനിക്ക് വേറൊരു സഹനം കൂടി കിട്ടണേ. എന്നറിയോ, എൻ്റെ തിരുപ്പട്ടത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പനിട്ട് ദൈവം ഒരു പണി കൊടുത്തു. അതായിരുന്നു എൻ്റെ അപ്പന് കൊടുത്ത ക്യാൻസർ. ആമാശയ ക്യാൻസർ കൊടുത്ത സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ അപ്പന് പണി കൊടുത്തു. ക്യാൻസർ കൊടുത്തു, ആമാശയ ക്യാൻസർ. നിങ്ങൾ ഓർക്കണം, ഈ ക്യാൻസറുകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ക്യാൻസറാണ് ഏത്? ആമാശയ ക്യാൻസർ. ഇത് വന്നവരെ അധികം നാൾ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. അതിൻ്റെ കുഴപ്പമെന്ന് അറിയോ, ഈ ആമാശയാണ് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ദഹിപ്പിക്കുന്നത്. നമുക്ക് ആമാശയം ഇല്ലെങ്കിൽ, ആമാശയം ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഭക്ഷണം അധികം ദഹിക്കില്ല, ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് ചെല്ലില്ല, ആ ആള് പെട്ടെന്ന് മരിക്കും. എൻ്റെ അപ്പന് ആമാശയ ക്യാൻസർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ അപ്പനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അപ്പൻ എല്ലാ ദിവസവും തലകറങ്ങി വീടില്ല. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇച്ചിരി ടെൻഷൻ അടിക്കുന്ന ആളാ, അപ്പൊ പട്ടത്തോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അപ്പൻ ഇച്ചിരി ടെൻഷൻ അനുഭവിക്കണേ. ഞാൻ വിചാരിച്ചു എന്നാലൊന്ന് ചെക്കപ്പ് നടത്തിയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ചേട്ടനും കൂടി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള LF ഹോസ്പിറ്റലിൽ കൊണ്ടുവല്ല അപ്പനെ. അപ്പൊ അപ്പന് ക്യാൻസർ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ചെന്നു. രാജപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണേ. ഡോക്ടറിനായിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം അപ്പൻ തേങ്ങ പുതയ്ക്കാനൊക്കെ പോണത് ഈ രാജപ്പോൾ ഡോക്ടറിൻ്റെ തോട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന വഴി ഡോക്ടർ പറഞ്ഞു, അച്ഛാ കയറിയിരിക്കും. ഞങ്ങൾ കയറി വന്നു. ഞാൻ പറഞ്ഞു അപ്പനൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ പറഞ്ഞു അപ്പന് വേറെ കുഴപ്പമൊന്നുമില്ല, ഷുഗറോ പ്രഷറോ അങ്ങനെ ഒരു പ്രശ്നവും എൻ്റെ അപ്പനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അച്ഛാ വേറൊരു കുഴപ്പവും അപ്പനില്ല, പിന്നെ എന്തിയേ? ഞാൻ പറഞ്ഞു ഡോക്ടറെ അറിയാൻ പാടില്ല, എല്ലാ ദിവസവും ഈ തലകറങ്ങി വീടാ എൻ്റെ അപ്പൻ. അവസാനം ഡോക്ടർ പറഞ്ഞു അച്ഛൻ ഒരു ചെക്കപ്പ് നടത്തിയേക്കാം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാനിങ് റിപ്പോർട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അച്ഛനൊന്ന് പൊക്കോ. അപ്പോൾ സ്കാനിങ് ഒക്കെ നടത്തി ഞങ്ങൾ അപ്പനെയും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അച്ഛാ അപ്പനെ കൂട്ടണ്ട, അച്ഛനും ചേട്ടനും കൂടി ഇങ്ങോട്ട് വാ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചെല്ല. എനിക്കപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല, കാരണം അപ്പനൊരു അസുഖമില്ലാത്ത അപ്പനാ. ഞാൻ ചെന്ന വഴി ഡോക്ടർ പറയുക
അച്ഛാ അപ്പന് ക്യാൻസറാ, ആമാശയ ക്യാൻസറാ. ഞാൻ പറഞ്ഞു ഡോക്ടറെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ശരിയാവില്ല. ഡോക്ടർ പറഞ്ഞു ഇല്ല അച്ഛാ, 4th സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കണേ, അധികം നാള് ഇനി അപ്പൻ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ത് വർത്താനം ഈ പറയുന്നേ? അപ്പൊ ഡോക്ടർ പറഞ്ഞു അച്ഛനറിയാലോ അച്ഛനോടുള്ള കുടുംബത്തോടുള്ള എൻ്റെ സ്നേഹം, ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അച്ഛനോട് പറയും. അപ്പൻ ഇനി അധികം നാളെ ജീവിക്കില്ല, 2 മാസത്തിനുള്ളിൽ മരിക്കും. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, 2 മാസത്തിനുള്ളിൽ അപ്പം മരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടറെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുമോ? 4th സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുക. കാരണം ആമാശയത്തിൽ മാത്രമല്ല ഇത് ബാധിച്ചേക്കണേ, ചെറുകുടലിനെ ബാധിച്ചിട്ടുണ്ട്, വൻകുടലിനെ ബാധിച്ചിട്ടുണ്ട്, പിത്താശയത്തെ ബാധിച്ചിട്ടുണ്ട്, കരളിനെ ബാധിച്ചിട്ടുണ്ട്, ശരീരം മുഴുവൻ ഇത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൻ ഇനി അധികം നാൾ ജീവിക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ ക്യാൻസറുകളിലെ ചില ക്യാൻസർ ഉണ്ട്, അത് വന്ന മനുഷ്യന്മാർ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. അങ്ങനത്തെ ഒരു ക്യാൻസർ അച്ഛത്. ഇനി അപ്പന് കീഹോളോ ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാലും കീഹോളൊന്നും പറ്റില്ല, ഓപ്പൺ സർജറിയെ പറ്റുള്ളൂ. ഓപ്പൺ സർജറി എന്ന് വെച്ചാൽ കഴുത്തിന്റെ ഇവിടെ തൊട്ട് അടിവയറ് വരെ ഇങ്ങനെ കീറണം, കീറിയിട്ട് ഇത് തുറന്നു വെക്കണം, ഈ വാരിയല്ലുകളൊക്കെ മാറ്റണം, ശരീരക്ക് ഒതുക്കണം, എന്നിട്ട് അതിൽ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പോകാതിരിക്കണം നല്ലത്. അത് ചെയ്ത അപ്പൻ പെട്ടെന്ന് മരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും വഴി? ഇല്ല, 2 മാസത്തെ അപ്പനോട് പറയേണ്ട അച്ഛനത്, അതുകൊണ്ട് ഞാൻ അപ്പനെ വിളിക്കണമെന്ന് പറഞ്ഞേ. 2 മാസം അപ്പനെ സ്നേഹിക്കും, അത് കഴിഞ്ഞ് അപ്പം പോവച്ചാ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല അച്ഛാ, വേറെ വഴിയില്ല. ഇത് അപ്പനോടോ പെങ്ങളോടോ അമ്മയോടോ പറയരുത്, കാരണം അപ്പൻ ഇത് അറിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, പെട്ടെന്ന് മരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് ആരോടും പറയത്തില്ല. പക്ഷെ ഞാൻ അന്ന് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് പറയണത്, കാരണം ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും ദൈവം അതിലൊരു വിഷമം തന്നേക്കാം. ഞാൻ എൻ്റെ അപ്പനെയും പിടിച്ചുകൊണ്ട് അന്ന് കാണിക്കാൻ ഈ തിരുവനന്തപുരത്ത് വരെ ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ അപ്പനെയും പിടിച്ചുകൊണ്ട് അപ്പനെ കാണിക്കാൻ. അന്ന് എറണാകുളത്തുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ ഞാൻ കൊണ്ടുപോയി. ലേക്ക് ഷോർ, ആസ്റ്റർ മെഡിസിറ്റി, റെന്നൻ മെഡിസിറ്റി, ലിസി ഹോസ്പിറ്റല്, തൃശ്ശൂരുള്ള ജൂബിലി ഹോസ്പിറ്റൽ, കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാ ഹോസ്പിറ്റലുകാരും ഇത് എഴുതി ഇതുപോലെ തന്നെ 2 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ അപ്പം മരിക്കും, ഇനി അതിൽ കൂടുതൽ അപ്പം പോകത്തില്ല. ഞാൻ അവസാനം പോകുന്ന ലൂർദ്, ഞാൻ ചുരുക്കി പറയാം, ലൂർദ് ഹോസ്പിറ്റലാണ്. ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മധു ഡോക്ടറുണ്ട്. ഞാൻ അവസാനം ചെല്ലണേ, എവിടെയെങ്കിലും പോയിട്ട് എല്ലാ മെയിൻ ഹോസ്പിറ്റലും ചെന്നിട്ട് അവസാനം ഈ ലൂർദ് ഹോസ്പിറ്റലിൽ ചെല്ലണേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ട് ചെല്ലണേ. ഞാൻ അപ്പനെ പിടിച്ചോണ്ട് ചെല്ലാം, ഡോക്ടറിനോട് കാണിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അത് ഡോക്ടർ പറഞ്ഞു എനിക്കും ഇത് തന്നെ പറയാനുള്ളൂ, 2-3 മാസത്തിനുള്ളിൽ അപ്പം മരിക്കും. പക്ഷേ അച്ഛനെ വിഷമം കാണുമ്പോൾ ഒരു കാര്യം കൂടി പറയും, വേണമെങ്കിൽ ഒരു സർജറി ചെയ്തോക്കെ പക്ഷെ വലിയ ഉറപ്പൊന്നുമില്ല. എന്നോട് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഡോക്ടർ പറയണേ ഓപ്പൺ സർജറിയെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഓപ്പൺ സർജറി ആയാലും കുഴപ്പമില്ല സാറേ, എൻ്റെ അപ്പം കുറച്ച് നാളെങ്കിലും ജീവിക്കോ. ഉറപ്പൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛനെ എഴുതി ഒപ്പിട്ട് തന്നെ. ഞാൻ പറഞ്ഞു സാറേ എവിടാന്ന് വെച്ചാൽ എഴുതി ഒപ്പിട്ടുതരാം. ഞാനും ചേട്ടനും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഓപ്പറേഷൻ്റെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പൻ്റെ മരണത്തിന് ആശുപത്രിക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ 2 പേരും എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു. ഞങ്ങൾ അപ്പനെ പിടിച്ചുകൊണ്ട് അത് നിങ്ങൾ ഓർക്കണം, ഓപ്പറേഷൻ ചെയ്യാൻ പോണ അപ്പനറിയാൻ പാടില്ല അപ്പന് ക്യാൻസറാന്ന്, അമ്മയ്ക്ക് അറിയാൻ പാടില്ല, പെങ്ങൾക്ക് അറിയാൻ പാടില്ല, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയാൻ പാടില്ല. വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാനും ചേട്ടനും കൂടി അപ്പൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണേ. നിങ്ങൾ ഓർക്കണം, ഭയങ്കര ചിലവുള്ള ലക്ഷങ്ങൾ വരുന്നൊരു ഓപ്പറേഷനാണ്. 8 മണിക്കൂർ സർജറി, 8 മണിക്കൂർ. ഞങ്ങൾ അപ്പച്ചനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ നിൽക്കുക. അപ്പം ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ കൈക്ക് ഞങ്ങളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ നേരത്ത് ചേട്ടന് എനിക്കറിയാം, എൻ്റെ ചേട്ടൻ കുറച്ചും കൂടി ഒരു സാധുവാ. അപ്പം ചേട്ടൻ കരയണുണ്ടപ്പോൾ അപ്പൻ എന്തോ പന്തികേട് തോന്നി. അപ്പൻ അത്ര നേരം ഒന്നും മിണ്ടണില്ല. ചേട്ടൻ എനിക്ക് കരയണുണ്ടപ്പോൾ അപ്പൻ എന്തോ പന്തികേട് തോന്നി. ഞാൻ എൻ്റെ മോകാണ് ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുക. ചേട്ടൻ കരയണുണ്ടപ്പോൾ അപ്പൻ ചോദിച്ചു എന്താടാ മീനൊക്കെ അറിയണേ? ഞാനിങ്ങനെ പുറത്തട്ടി. ചേട്ടൻ നീ പോയേ? ചേട്ടൻ പോയി. ഞാനിങ്ങനെ അപ്പൻ്റെ കൈക്ക് പിടിച്ചേക്കാം. കൈക്ക് പിടിച്ച വഴി എൻ്റെ അപ്പൻ്റെ മോത്തിക്ക് നോക്കാം. മോത്തിക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറയുക. കാരണം എൻ്റെ അപ്പൻ ഇനി അധികം നേരം ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഡോക്ടർമാർ പോലും എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചേക്കാം, ഓപ്പറേഷൻ്റെ സമയത്ത് മരിച്ചു പോയാൽ ആശുപത്രിക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ലെന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ അപ്പനോട് പറഞ്ഞു അപ്പോൾ ഒന്നുമില്ലപ്പാ, എൻ്റെ മുഖം ഇങ്ങനെ ചുമക്കാൻ, ഞാൻ അങ്ങനെ ഒന്നും കരയാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ കരഞ്ഞു പോവാ, എൻ്റെ കണ്ണിങ്ങനെ നിറയാ. എൻ്റെ കണ്ണിനെ നിറയില്ലുണ്ടിട്ട് അപ്പം പറഞ്ഞു നിനക്ക് എന്താ പറ്റിയേ, നീ എന്തിനൊക്കെ അറിയണേ? ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നുമില്ല. അടുത്ത വഴിക്ക് ചോദിച്ചു അവളെന്തേ? അമ്മ എന്തെന്ന് ചോദിക്കണേ? വരുവപ്പാ. പെങ്ങളെന്തേടാ? അവളെന്തേ? വരുവപ്പാ. ഞാനിങ്ങനെ പരിഗണന കണ്ടപ്പോൾ അപ്പനെന്തോ പന്തി കൊണ്ട് നീ എന്തോ മറക്കണ്ടല്ലോ ജിനു എന്നോട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ, ഞാനിങ്ങനെ പരിഗണന കണ്ടപ്പോൾ അവിടെ തന്നെ എഴുതി വന്നിട്ടുണ്ട്. ജിനു വെച്ച സമയമായി, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാ. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എങ്ങോട്ടാ പോയെന്നറിയോ? ഈ ലൂർദ് ഹോസ്പിറ്റലിൽ, ഒരു ലാറ്റിൻകാരുടെ ഹോസ്പിറ്റൽ അത്. ഈ ലൂർദ് ഹോസ്പിറ്റലിൽ ചെറിയൊരു ചാപ്പലുണ്ട്. ഈ
ഈ ചാപ്പലിൽ കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപമുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപം ഉണ്ടാവുന്നത്. ഈ രൂപത്തിന്റെ മുമ്പിലേക്ക് ഞാൻ നേരെ ചെല്ലാന്ന് ഞാൻ ഈ കുപ്പായിട്ടുണ്ട്, ഉടുപ്പിട്ടുണ്ട്. നേരെ ചെന്ന് കർത്താവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് 2 കരങ്ങൾ ഇങ്ങനെ വിടർത്തി പിടിച്ചു. അന്ന് എൻ്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് നാണം ഉണ്ടായിരുന്നില്ല, വിഷമം ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായിട്ട് ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണേ. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചു, മുട്ടുകുത്തിയിട്ട് ഞാൻ കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ: ദൈവമേ, നിന്റെ കാസയും പീലാസയും എടുക്കണ കയ്യത് നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും നിന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചാ. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചാ. ഞാൻ ശരിക്കും പറഞ്ഞ ഇത് പറഞ്ഞിട്ട് അവിടെ എനിക്കറിയാം, ഞാൻ എനിക്കറിയാം, ഞാൻ അങ്ങനെ അറിയാത്തൊരു മനുഷ്യനാണ്. പക്ഷെ എനിക്കറിയാം ഈ കരച്ചിൽ കണ്ടിട്ട് പള്ളിയുടെ അടുത്തിരിക്കണ പലരും വന്നിട്ട് എന്നോട് ചോദിക്കും, വെച്ചാൽ എന്താ അല്ല അച്ഛൻ എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ മാറിയെന്ന്, ഞാനൊന്ന് കരഞ്ഞോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ അവിടെ ഇരുന്നു. 8 മണിക്കൂർ നീണ്ടുന്ന സർജറി കഴിഞ്ഞു. 8 മണിക്കൂർ ഞാൻ പള്ളിയുടെ അകത്തിരുന്നു. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചല്ല. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഒന്നും പറയാറായിട്ടില്ല, തുന്നി കെട്ടിയിട്ടുള്ളൂ. ഈ ശരീരം ഇവിടെ തൊട്ട് അടിവയറ് വരെ ഇങ്ങനെ കീറിയിട്ട് ഇതിങ്ങനെ തുന്നി ചേർത്ത് കെട്ടി വെച്ചേക്കാം. അച്ഛൻ ഒന്നും പറയാറായിട്ടില്ല, ഞാൻ നാളെ പറയാം. ഞാൻ ആ പള്ളിയുടെ അകത്തിരുന്നു. പിറ്റേ ദിവസമായപ്പോഴേക്കും അമ്മ അറിഞ്ഞു. 1 ദിവസം കഴിഞ്ഞു അമ്മ അറിഞ്ഞു, പെങ്ങളറിഞ്ഞ വഴിയും അമ്മയും ആശുപത്രിയിലെത്തിയേക്ക. അമ്മ എന്നെ ഇങ്ങനെ കോളറിനെ പിടിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ജിനുമോനെ, നിനക്കൊരു വാക്ക് അമ്മയോട് പറയാറുന്നില്ലേ? നീ എന്തിനാ അപ്പനെ കൊലയ്ക്ക് കൊടുത്തെന്ന് എന്നോട് ചോദിച്ച അമ്മ. എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. പെങ്ങള് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ചേട്ടായി 2 മാസം നമ്മുടെ അപ്പൻ കൂടെ ഉണ്ടാവുന്നില്ലേ? പിന്നെ എന്തിനാ ചേട്ടായി ഇത് ചെയ്തേ? ഈ ഡോക്ടർമാര് പോലും ഉറപ്പ് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ചേട്ടായി ചെയ്തേ? എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ നിൽക്കാം. 1 ദിവസം കഴിഞ്ഞു, ഞാൻ ഡോക്ടറിന്റെ അടുത്തുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. 2ാമത്തെ ദിവസം ഞാൻ ഓടിച്ചല്ല. 2ാമത്തെ ദിവസം ഞാൻ ചെല്ലണില്ല, ഞാൻ പള്ളിയുടെ അകത്തിരിക്കുക. ഡോക്ടർ പറഞ്ഞു, ജിനു അച്ഛനോടൊന്ന് വരാൻ പറ. ഞാൻ ഓടിച്ചല്ല ഡോക്ടറിന്റെ അടുത്തേക്ക്. എൻ്റെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടി വണ്ട്. ദൈവമേ, മരിച്ചു എന്ന് പറഞ്ഞ എൻ്റെ വിശ്വാസം അവിടെ തീരും. എൻ്റെ അപ്പൻ പോയി എന്ന് കേട്ടാ എൻ്റെ എല്ലാം അവിടെ തീരും. കാരണം എൻ്റെ അപ്പനോ അമ്മയോടോ പെങ്ങളോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ എനിക്ക് ഉത്തരവില്ല പറയാൻ. ഞാൻ ചെല്ലുന്ന സമയത്ത് മദർ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് ഈ മദർ ഡോക്ടർ ഇരിക്കുന്ന ടേബിളിൽ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. മദർ ഡോക്ടർ വാതിൽ തുറന്ന് ഞാൻ അകത്തേറി. എനിക്ക് 2 കൈ വെച്ചിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇന്നും ഓർക്കത്, ഡോക്ടറെ മരിച്ചു എന്ന് പറയല്ലേ, എനിക്ക് താങ്ങണില്ല, എന്നോട് പറയില്ല മരിച്ചു. ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എൻ്റെ കണ്ണിങ്ങനെ നിറയാ, കുടുകൂടാന്ന് വെള്ളം ചാടാ. ഡോക്ടർ എഴുന്നേറ്റു കസേരയിന്ന് എൻ്റെ പുറത്തിങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ മരിച്ചു എന്ന് പറയാനാ വന്നെ. കാരണം ഡോക്ടർമാരെ അല്ലെങ്കിൽ മരിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മരിച്ചു എന്ന് പറയാനാ വന്നെ. എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് മധു ഡോക്ടറെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൈ എടുത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാ ജിനു അച്ഛനോടൊരു കാര്യം പറയാനാ. ഞാൻ വിചാരിച്ചു ദൈവമേ ഇങ്ങനെ ആശ്വസിപ്പിക്കണ കാണുമ്പോൾ മരിച്ചു എന്ന് പറയാനാ പോണേ. ഡോക്ടർ പറഞ്ഞിങ്ങനെ, അച്ഛാ ഞങ്ങൾ ഇന്നലെ സർജറി കഴിഞ്ഞിട്ട് അപ്പൻ്റെ കണ്ടീഷൻ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അപ്പം മരിച്ചു എന്നാ. കാരണം വൻകുടൽ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും ചെറുകുടൽ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും ആമാശയം കട്ട് ചെയ്ത് മാറ്റുമ്പോഴും അപ്പൻ ഇച്ചിരി ആമാശയം എപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് അപ്പം പോയി എന്ന് വെച്ചാൽ അപ്പൻ്റെ കണ്ടീഷൻ കണ്ടിട്ട്. അത് ഞാൻ അച്ഛൻ 1 ദിവസം കഴിഞ്ഞിട്ടും അച്ഛനോട് അഭിപ്രായം പറഞ്ഞേ. അച്ഛൻ ഈ 2ാമത്തെ ദിവസം ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ അച്ഛനോട് ഒരു കാര്യം പറയാൻ എനിക്കുള്ള അച്ഛാ, ഞങ്ങളൊക്കെ മരിക്കുമെന്ന് പറഞ്ഞ അപ്പൻ ദേ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. വലുതാനം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ ദൈവത്തിന്റെ മഹത്വം. എന്നോട് ഡോക്ടർ പറയാ, അച്ഛൻ ഞങ്ങൾക്ക് പോലും ഉറപ്പില്ല അപ്പൻ ജീവിക്കുമെന്ന്. കാരണം അപ്പനെ തുന്നിക്കെട്ടി വെച്ചേക്ക. എൻ്റെ അപ്പന് ഇങ്ങനൊരു പാടുണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ. നിങ്ങൾ ഓർക്കണം, അന്ന് ഡോക്ടർ പറഞ്ഞു, അച്ഛാ കൂടി വന്ന അപ്പൻ 1 വർഷം ജീവിക്കുള്ളൂ. 1 വർഷം. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോരെ. 10 വർഷമായി ആ സാധനം പോയിട്ടില്ല, ഇപ്പോഴും ഇരിക്കുക അതുപോലെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? നീ ജീവിതത്തിൽ ചിന്തിക്കും എല്ലാം തീർന്നു എന്ന്. തീരില്ലടോ, ദൈവം ഉണ്ടെങ്കിൽ തീരില്ല. നീ ചിന്തിക്കും ഇവിടെ അവസാനിച്ചു എന്ന്. ഞാൻ പറയും അവസാനിക്കില്ലടോ, ദൈവം ഉണ്ടെങ്കിൽ അവസാനിക്കില്ല. നീ ചിന്തിക്കും ദൈവമേ എല്ലാം തകർന്നു, തകരില്ലടോ, ദൈവം ഉണ്ടെങ്കിൽ തകരില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നറിയോ? ഞാൻ എപ്പോഴും സങ്കടം വരുമ്പോഴും വിഷമം വരുമ്പോഴും അപ്പനെ വീഡിയോ കോൾ ചെയ്യും. എന്തിനാണെന്നറിയോ? അപ്പൻ്റെ ചങ്കിൽ ഒരു പാടുണ്ട്. ഇതിങ്ങനെ ഇവിടെ തൊട്ട് അടിവയറ് വരെ ഒരു പാട് കിടക്കുന്നുണ്ട് അപ്പൻ്റെ ശരീരത്തിൽ. ഇതിങ്ങനെ ഒരു പാട് കിടക്കുന്നുണ്ട്. ഞാൻ ആ പാട് കാണാൻ വേണ്ടി വിളിക്കണേ. എന്തിനാണെന്നറിയോ? ഞാൻ എപ്പോഴും പറയും പ്രസംഗിക്കാൻ പോകുമ്പോൾ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ വേദനയുടെ നടുവിലും
നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിലും തമ്പ്രാൻ വരയ്ക്കുന്ന ഒരു വരയുണ്ട്. ആ വരയ്ക്കപ്പുറം പോവാൻ ഈ ലോകത്ത് ഒന്നിനും പറ്റില്ലെന്ന് നീ ചിന്തിച്ചോളണം. ജീവിതത്തിൽ ഏത് തടസ്സം വരുമ്പോഴും തമ്പ്രാൻ വരയ്ക്കുന്ന ഒരു വരയുണ്ട്. ആ വരയ്ക്ക് അപ്പുറം പോകാൻ ഈ ലോകത്ത് ഒന്നിനും അച്ഛനെ അടിവരയിട്ട് പറയണേ, ഒന്നിനും പറ്റില്ലെന്ന് നീ ജീവിതത്തിൽ ചിന്തിച്ചോളണം. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തിനെന്ന് പറഞ്ഞറിയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു ദൈവമഹത്വമുണ്ട്. കൃത്യസമയത്ത് ഇടപെട്ട ഒരു ദൈവം. ആ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നിന്റെ കുടുംബം, നിന്റെ ജീവിതം രക്ഷപ്പെടും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അവസാനത്തത് യാക്കോബിന്റെ ദൈവം കേട്ടോ. യാക്കോബിന്റെ ദൈവത്തിലേക്ക് നമ്മൾ കയറാം. ഞാനൊന്ന് ചുരുക്കി പോകാം, കാരണം നമുക്കൊന്നും സമയമില്ല. ഈ കുടുംബജീവിതത്തിലേക്ക് കയറാനുള്ളതാ പെട്ടെന്ന്. യാക്കോബിന്റെ ദൈവം ആർക്കെങ്കിലും അറിയോ? യാക്കോബിന്റെ ദൈവത്തിന്റെ അർത്ഥം? യാക്കോബിന്റെ ദൈവം, ഞാൻ സങ്കടമൊക്കെ മാറ്റാം, എൻ്റെ അപ്പനല്ലേ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. നിങ്ങൾ സങ്കടം മാറ്റി വെച്ച് ഇനി കാര്യത്തിലേക്ക് വാ കേട്ടോ. യാക്കോബിന്റെ ദൈവം എന്താണ്? യാക്കോബിന്റെ ദൈവം ഉത്തരം പിടിച്ചോ? ഞാൻ പറഞ്ഞുതരാം. ഇനി ചോദിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചാൽ ചോദിച്ചേനെ. ഉത്തരം പിടിച്ചോ? ഞാൻ എത്ര പാപിയാണെങ്കിലും, ഉത്തരം പറ, എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ഒന്നുകൂടി പറയാം, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതറിയോ? നിങ്ങൾ ഈ ബൈബിള് വായിക്കുമ്പോൾ ഇതുപോലെ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അറിയോ? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അറിയോ? യാക്കോബ് ഉബായിന്ന് വിളിക്കും. പുഷ്പേച്ചി പറഞ്ഞില്ല. പിന്നെ വേറെ എന്തെങ്കിലും അർത്ഥം അറിയോ? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ശരിക്കും അർത്ഥം അറിയോ? കൗശലക്കാരൻ, കുതികാല് വെട്ടി കാല് വാരിയുന്ന യാക്കോബിന്റെ പേരിന്റെ അർത്ഥം. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവത്തെ യാക്കോബിന്റെ ദൈവത്തെ എന്ന് വിളിച്ച? കാലുവാരിയുടെ ദൈവം എന്ന് വിളിച്ചേ? ദൈവം കാലുവാരിയാണോ? ദൈവം കാലുവാരിയാണോ? ദൈവം സൂത്രക്കാരനാണോ? ദൈവം കൗശലക്കാരനാണോ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തെ അങ്ങനെ വിളിച്ചേ? ഞാൻ പറഞ്ഞറിയോ, ഈ ബൈബിള് വായിക്കുമ്പോൾ ഇതുപോലെ കള്ളത്തരം കാണിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല ബൈബിളില്. യാക്കോബ സ്വന്തം അപ്പനെ പറ്റിച്ചു. നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാന്ന്? സ്വന്തം ചേട്ടനെ പറ്റിച്ചു. നിങ്ങൾ ഓർക്കണം, ലോകത്ത് പറ്റിക്കാവുന്നതിന്റെ മാക്സിമം പറ്റിച്ചവനാണ് ഈ യാക്കോബ്. പക്ഷെ ദൈവം അറിയപ്പെട്ടത് യാക്കോബിന്റെ ദൈവം എന്നാ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഓർക്കണം, യാക്കോബ് എത്ര പാപം ചെയ്തിട്ടും ദൈവം യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നിങ്ങളെ എത്ര പാപിയാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വന്നിട്ട് എന്നോട് ചോദിക്കും, ചിനുവച്ചാ ഞങ്ങളൊരു പാപിയാ, ദൈവം സ്നേഹിക്കണ്ടോ? ഞാൻ പറയും സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എത്ര കുറവുണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എത്ര പോരായ്മ ഉണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തോളണം, ഒരു കാര്യം കൂടി അച്ഛൻ ചേർത്ത് പറയാ. ഒരിക്കലും ഒരു ചേച്ചി എന്നോട് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ നിർത്താം. ചേച്ചി എന്നോട് ചോദിക്കുക, ജിനുവച്ചാ അച്ഛൻ പറയുന്നൊക്കെ ശരിയാണ്, ഞങ്ങൾ പാപിയായിട്ടും ദൈവം സ്നേഹിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്, കൃത്യസമയത്ത് ഇടപെടുന്നുണ്ട്, പിന്നെ എന്ത് വെച്ചാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാത്ത അതിന് ഉത്തരവുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ, ഏശയ്യാ 59:1-2. പെട്ടെന്ന് എടുക്കണേ, നമുക്ക് സമയമില്ല. ഏശയ്യാ 59:1-2. പെട്ടെന്ന് എടുക്കണേ. പുഷ്പേച്ചി ഇങ്ങോട്ട് വാ. കമാൺ. ആദ്യം തന്നെ വന്നിരുന്നില്ല, എന്നിട്ട് ചെക്ക് കളറോ? ഇങ്ങോട്ട് വാ. ക്യാരംസ് ബോർഡിലൊക്കെ കളർ വന്നിട്ടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. പറ. വായിച്ചു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കർത്താവ് പറയാ, രക്ഷിക്കാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കർത്താവ് പറയാ, എടി മേരിക്കുട്ടിയെ, എടി ലിസിയെ, ജോസഫേ, ദേവസിയെ, ഇനി നിങ്ങളുടെ പേരൊന്നും അറിയാൻ പാടില്ല, ജസ്റ്റിയെ, ലിജിനെ, എന്തെങ്കിലും ആവട്ടെ, എടവേ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കൈക്ക് കുറുകലില്ല, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റൂന്ന് കർത്താവ് പറയുക. എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റും. ഇടവേ ഞാൻ പൊട്ടനല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണത് മുഴുവൻ ഞാൻ കേക്കണ്ട്. കർത്താവ് പറയാ, എടി മേരിയേ, നീ നിലവിളിക്കണതും കരയണതും ഞാൻ കേക്കണ്ടേ. പിന്നെ എന്താ കുഴപ്പം? അടുത്ത വചനം വായിച്ചോ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പുഷ്പിച്ചിങ്ങനെ ഇങ്ങനെ എൻ്റെ കൂടെ പോരണ്ടോ? നീലാവട്ടോ.
തമാശ പറഞ്ഞ കേട്ടോ, എന്തെങ്കിലും ആട്ടെ. പുഷ്പിച്ചിട്ട് കുടുംബം ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? തന്നെ വന്നേ, അപ്പം കുഴപ്പമില്ല, അല്ലെങ്കിൽ കെട്ടിയവനെ തന്നെ തല്ലിയാനെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കർത്താവ് പറയാ, നിന്റെ അകൃത്യങ്ങൾ അത്ര എന്നെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോളാം, നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തടസ്സം നിൽക്കണേ. അടുത്ത വചനം കൂടി വായിച്ചേ, അപ്പൊ കൃത്യമാവും. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങൾ ചിന്തിച്ചോളാം, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്നറിയോ? നിങ്ങളുടെ പാപങ്ങളാ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെച്ചേ, നിങ്ങൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്തെ? നിങ്ങൾ ചിന്തിച്ചോക്ക്. സ്വന്തം അപ്പനമ്മേനെ നോക്കാത്തൊരു മോൻ, കർത്താവേ എന്റെ കടബാധ്യത മാറ്റിത്താ എന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുവോ? ഇത് തേങ്ങ പോലെ ഇരിക്കണ ഉത്തരം പറ. കിട്ടുവോ? ഇല്ല. സ്വന്തം ജീവിത പങ്കാളിയെ പറ്റിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവമേ എന്റെ കടബാധ്യത മാറ്റിത്താ, കിട്ടുവോ? തേങ്ങ കിട്ടും. സ്വന്തം മക്കളെ നോക്കാത്ത ഒരു അപ്പനമ്മയും സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയോ ഭർത്താവോ എന്ത് പ്രാർത്ഥിച്ചാലും കാര്യമില്ല, തമ്പുരാൻ തരില്ല. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയുന്നത് സൂക്ഷിച്ചു കേട്ടോളാം. ചെവിയുള്ളവൻ ആ കേട്ടോ. നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കും. നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് തടസ്സം നിൽക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കും. നീ ഒരു നീതിമാനെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണേ. ഒരു നീതിമാന്റെ കണ്ണീര് നീ മൂലം വീണിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഉറപ്പിച്ചും പറയണേ. ഒരു നീതിമാന്റെ കണ്ണീര് നീ മൂലം വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന് നീ വില കൊടുക്കേണ്ടി വരും. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുഷ്പിച്ചു വെക്കാം. ഇത് പറയുമ്പോൾ പൊള്ളുന്ന് എനിക്കറിയാം. പൊള്ളണം, കുത്തട്ടെ. നിങ്ങൾക്ക് ചങ്കില് മുറിവുണ്ടെങ്കിൽ അമ്മായിമാരുടെയൊക്കെ സ്നേഹമുണ്ടോ? അമ്മായിമാരുടെയൊക്കെ സ്നേഹമുണ്ടോ? ഇല്ലെന്നാണോ? ഉണ്ടെന്നാണോ? ഉണ്ട്. ചെന്നിട്ട് വേണം വെള്ളം കൊടുക്കാൻ അവൾക്ക്. അമ്മായിമാരുടെയൊക്കെ സ്നേഹമുണ്ടോ? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അവരെ സ്നേഹിക്കണം കേട്ടോ. അമ്മായിമാരുടെ ഇവിടെ ഈ ആനകോടിയില് ആനകള് അമ്മായിമ്മമാരും മരുമക്കളെ കൊടുക്കുന്ന അടുപ്പല്ലേ? തേങ്ങയാണ്, കണ്ടറിയാം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഞാൻ വായിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാമെന്നറിയോ, നിങ്ങൾ ഈ കൂടെ ഉള്ളവരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഇച്ചിരോട് ക്ഷമിച്ച് സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഓർക്കണ്ടായിരുന്നറിയോ, പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പല അനുഗ്രഹത്തിനും തടസ്സം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളാ. സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇത് മാവല്ലേ, മാവ് ഈ മാവിന്റെ അടിയില്, ഇത് വലിയ മാവാന്ന് ചിന്തിക്കാം. ഈ വലിയ മാവിന്റെ അടിയില് ഞാൻ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടി നടാ. സിമ്പിൾ ഉദാഹരണമാണേ. ചെറിയ ചെടി നടാ. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, വളമിട്ട് കൊടുത്തു. വലിയ മാവാട്ടെ, ഇതിനേക്കാളും വലിയ ശിഖരമുണ്ട്. ഞാൻ ചെറിയ ചെടി ഇട്ടു, ചെറിയൊരു പ്ലാവ് കൊണ്ടുപോയി നട്ടു. എന്തെങ്കിലും ആവട്ടെ, ചെറിയൊരു പ്ലാവ്. ഈ പ്ലാവ് വളർന്നു വരുവോ? ഇല്ല. എന്തുകൊണ്ടാ? എന്നോട്ട് പുഷ്പിച്ച് സൂര്യപ്രകാശം കിട്ടാത്തോണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇച്ചിരി വെള്ളം ഒഴിക്കുക, വളരുവോ? ഇല്ല. വളമിട്ട് കൊടുക്ക, വളരുവോ? ഇല്ല. എന്തുകൊണ്ടാ? സൂര്യപ്രകാശം കിട്ടാത്തോണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ധ്യാനവും കൺവെൻഷനും ഒക്കെ അച്ഛനും ഞാൻ എന്നിട്ടോ വളമിട്ട് തരാം, വർഷത്തിൽ ഒരിക്കലും വളമിടാൻ വന്നേക്കാം.
നിങ്ങളെല്ലാവരും ഈ മാവിന്റെ അടിയിൽ നട്ടപ്പെട്ട പ്ലാവ. ഞാൻ അത്യാവശ്യത്തിന് ഇപ്പൊ വളം ഇട്ടോണ്ടിരിക്കുക, വളം ഇടുന്നുണ്ട്, ഇപ്പൊ വളം ഇട്ടോണ്ടിരിക്കണം കേട്ടോ, വളം ഇട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ വികാരിയച്ഛൻ, നിങ്ങളുടെ സഭയിലെ അധ്യക്ഷൻ നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നാവ് മക്കളെ, നന്നാവ്, നന്നാവ് മക്കളെ, നന്നാവ്, നന്നാവ് മക്കളെ, നന്നാവ്. പിന്നെ എന്തിയാ നന്നാവാത്ത, വളരാത്ത? എന്തിയാ വളരാത്ത? സൂര്യപ്രകാശം കിട്ടണില്ല. അതിന് തടസ്സേതാ? ഈ മാവെന്ന് വെച്ചാ നിങ്ങളുടെ ജീവിതത്തിലെ പാപമാ. നീ അത് വെട്ടിയാ നിന്റെ ജീവിതത്തിൽ പ്രകാശം വരും, നീ വളരും. വെട്ടിയില്ലേ നീ വളരില്ല. പറഞ്ഞത് മനസ്സിലായോ? ചെവിയുള്ളവൻ കേക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നീ വെട്ടിയാ വളരും, വെട്ടിയില്ലേ മക്കളെ വളരില്ല. നിന്റെ കുടുംബം തകർന്നു പോകും. മലനിറം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ 3 കാര്യത്തെ കുറിച്ച് കേട്ടു. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഇസ്ഹാക്കിന്റെ ദൈവം കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. നിങ്ങളെന്താ തേങ്ങപ്പൊഴുക്കോലിരിക്കുന്ന? ഉത്തരം പറ. യാക്കോബിന്റെ ദൈവം ഒന്ന് പറഞ്ഞേ, എല്ലാവരും കൂടി പറഞ്ഞേ. ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. All of you stand up. All of you stand up. പുസ്തകം ഒന്ന് താഴെ വെച്ചോ. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കയറാം. അതിനു മുമ്പ് ഒരു എക്സസൈസ് ഉണ്ട്. ഉപ്പൂറ്റി ഒന്ന് പൊക്കി. CC അടഞ്ഞ് തീരാറായതാണെങ്കിൽ പൊക്കണ്ട. വല്ലതും പറഞ്ഞതും കേട്ട് CC അടഞ്ഞ് തീരാറായതൊക്കെ പൊക്കി മൂക്കും കുത്തി വീണാ ഞാൻ പൊക്കാൻ വരില്ല കേട്ടോ. CC അടഞ്ഞവര് അവരുടെ പ്രായം നോക്കുക. CC എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രായമായവര്. ഞങ്ങളുടെ നാട്ടിൽ CC എന്ന് പറയാറ്. പോട്ടെ. ഉപ്പൂറ്റി ഒന്ന് വിട്ടേ, താഴേക്കിട്. പൊക്ക് വീട്, ഈ പൊക്കണ നേരത്തെ 2 കൈ കൂടി പൊക്കണം കേട്ടോ. കൈ പൊങ്ങില്ലേ? എവിടെങ്കിലും പൊങ്ങുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊക്കാൻ പറ്റുന്നെങ്കിൽ പൊക്ക് കേട്ടോ. കൈയും പൊക്ക്, ഉപ്പൂറ്റിയും പൊക്ക്. ഒന്നുകൂടി പൊക്ക്. ഉപ്പൂറ്റി മാത്രം താത്തിയാ മതി, കൈ താത്തണ്ട. ഉപ്പൂറ്റി പൊക്ക്. പറ ഹല്ലേലൂയ പറ. ഉച്ചത്തി പറ. ഉപ്പൂറ്റിയും പൊക്കണം, കയ്യും പൊക്കണം, ഹല്ലേലൂയയും പറയണം. ഇത് 3 എക്സസൈസാ. ഒന്നുകൂടി വരണം. ചെയ്യാത്തമാരുടെ ഉള്ളിൽ കൂടെ ഞാൻ വരും ഇപ്പോ. മതിയടാ. പൊക്കി പിടിക്ക്, കൈ പൊക്കി പിടിക്ക്, ഉപ്പൂറ്റി പൊക്കി പറ. ഒന്നുകൂടി. നിങ്ങളുടെ ഉപ്പൂറ്റി വന്നണ്ടാ? ഉപ്പൂറ്റി വന്നിയാലേ ഈ എക്സസൈസിന് ഗുണമുള്ളൂ. പറ. ഒന്നുകൂടി പറ. ഒന്നുകൂടി. എവിടെയാടാ പൊന്നണേ? എന്തെങ്കിലും ആവട്ടെ. പൊക്ക്. കൈ പൊക്കി പിടിച്ചേ. പൊക്കി പിടിക്ക്. പറ. ഒന്നുകൂടി പറ. ഒന്നുകൂടി. വലത്തോട്ടിരിഞ്ഞേ. ഇത് ക്ഷീണമുണ്ട് എല്ലാവർക്കും. വലത്തോട്ടിരി. ഇത് ഏതപ്പാ വലത്ത് കർത്താവേ? തിന്നണ കൈ നോക്കി തിരി ചേട്ടാ. അങ്ങടാ വലത്ത് കേട്ടോ. തിന്നണ കൈ നോക്കി. ഇല്ല വില്ലിപ്പച്ച അങ്ങട് തിരി കേട്ടോ. വില്ലിപ്പച്ചന് നാണമായി. പൊക്കി പിടിക്ക്. ഉപ്പൂറ്റി വാക്ക് പറ. നമ്മുടെ സഭയുടെ അതിർത്തി വരെ കേൾക്കണം. ഈ ശബ്ദത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഒരു പട്ടി കുറുക്കം പോലും കേൾക്കില്ല. ഉച്ചത്തിൽ പറ. ഒന്നുകൂടി. വലത്തോട്ടിരി. അങ്ങനെ തിരിഞ്ഞേക്കണം. നിന്റെ വലത്തെവിടെയാ? തിന്നണ കൈ നോക്ക്. വില്ലിപ്പച്ച അങ്ങടെ ഇരി. ബാ
അങ്ങോട്ട് വലിയപ്പച്ച അങ്ങോട്ട് വാ. പിന്നിലേക്ക് തിരിയിടാവേ. അല്ല വെല്ലുമിച്ച് ഇങ്ങോട്ട് നട്ടപ്പാലം കറങ്ങാനുള്ള കർത്താവ്. പൊക്കി പിടിക്ക് കൈ പൊക്കി പിടിക്ക് ഉപ്പുറ്റി പൊക്കി പറ. ഒന്നുകൂടിയും പറ. വലത്തോട്ട് തിരിയേ. ദൈവമേ, വലത്തേതാ ഇടത്തേതെന്ന് അറിയാത്ത സാധനങ്ങള്. അങ്ങടല്ലേ ഇനി നിന്റെ വലത്ത് തിരിയേ. വാ അങ്ങോട്ട് പൊക്കി പിടിക്ക്. ഒക്കെ പൊക്കി പിടിക്ക്. ആ ഇനി ഉപ്പുറ്റി പൊക്കി പറ. ഒന്നുകൂടി വലത്തോട്ടിരി. ഓ വന്നല്ല കർത്താവേ. പൊക്കി പിടിക്ക് പറ. ഒന്നുകൂടി താത്ത്, ഞാനിതാ ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് മനസ്സിലായി, നീ വിശ്വസിക്കുന്നു കേട്ടോ. നീ ഇരിക്കി. ഫ്രഷ് ആയോ? നീ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് കയറാം കേട്ടോ. അധികം നേരമില്ല, അതുകൊണ്ട് പെട്ടെന്ന് വെച്ച് പോകും. ഞാൻ എന്താ പറയുന്നറിയോ, പണ്ടത്തെ കുടുംബജീവിതവും ഇന്നത്തെ കുടുംബജീവിതവും തമ്മിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. പണ്ടൊക്കെ ഭയങ്കര കുടുംബജീവിതം, ഭയങ്കര സന്തോഷവും ഇച്ചിരി ഭർത്താവ് ഇച്ചിരി കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീട്ടിൽ 8ഉം 10ഉം മക്കളുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചേ. ഇന്ന് അങ്ങനെയാണോ? ആണോ? സമാധാനം ഉണ്ടോ? ഇല്ല. കറക്റ്റാ. സന്തോഷം ഉണ്ടോ? ഇല്ല. കറക്റ്റാ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളിനെ തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? കൈവക്കണ്ട. പുരുഷന്മാരാരും പൊക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾ പേടിച്ചു. സ്ത്രീകൾ പലരും പൊക്കി, പക്ഷെ പുരുഷന്മാരും അറ്റാണാൻ പൊക്കിയിട്ടില്ല കേട്ടാ. സ്ത്രീകൾ പലരും ഇങ്ങനെ പൊക്കിയ, ഒറ്റ ഭർത്താക്കന്മാര് പൊക്കിയിട്ടില്ല. നല്ല കാര്യം കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, അടുത്തൊരു ജീവിതത്തിൽ ഇതിനെ തന്നെ മതിയാ. ഒരു ചേട്ടൻ ഇങ്ങനെ എന്റെ പൊന്നച്ചാ ഇതിനെ തന്നെ മതിയെന്ന് വെച്ചക്ക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ മുന്നിൽ വെച്ച്, ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവത്തിന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയ ഒരു മനുഷ്യന്റെ കൂടെ, അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ദൈവം തന്നൊരു വ്യക്തിയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്ന കൊതി ഈ കിളന്ത് പറയാ ഇല്ലെന്ന് ഈ ആടെ കൂടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എങ്ങനെ തുടങ്ങിയ ഒരു ബന്ധുവാ, പക്ഷേ ഇപ്പൊ എങ്ങനെയായി? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാട്ടമുണ്ടോ? ചില വീട്ടിലൊന്നും ഭാര്യയും ഭർത്താവും മിണ്ടത്തില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ചില വീട്ടിലെ ഭാര്യയും ഭർത്താവും മിണ്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നതാ കൗൺസിലിങ്ങിന്. ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഞാൻ നോക്കുമ്പോ പെങ്കൊച്ചിന് ഒരു തെറ്റായ ബന്ധമുണ്ട്, പിടിക്കപ്പെട്ടു. അപ്പനും അമ്മയും പിടിച്ചു, ഫോണിക്കൂടെ പിടിച്ചേക്കണേ. പിടിച്ച വഴി എന്റെ കുന്നിർത്തി. അച്ഛാ ഒന്ന് ചോദിക്കച്ചാ. ഞാൻ ചോദിച്ചു എന്തിയേ? ഭർത്താവ് മാത്രം കൊച്ചിനെ നിർത്തിയിട്ട് വയ്ക്കുക. അച്ഛാ എന്തോരം സ്നേഹിച്ച് വളർത്തണ കൊച്ചച്ചാ, എന്റെ മോൾക്കൊരു തെറ്റായ ബന്ധമുണ്ട് അച്ഛാ, ചോദിക്ക്. കുറച്ചേരം കഴിഞ്ഞപ്പോ ഭാര്യ വാതിൽ തുറന്ന അകത്തേക്ക് കയറി വരാ. അപ്പൊ ഭർത്താവ് പോയി. ഞാൻ വിളിച്ചു ഈ പുള്ളി എന്തിനാ പോയെ? അപ്പൊ പുള്ളിക്കാരത്തി വന്നിട്ട് എന്റെ പൊന്നച്ച, പുള്ളിക്കാരത്തി ഒടുക്കത്തെ കരച്ചില്. ഞാൻ എന്തോരം സ്നേഹിക്കണച്ച എന്റെ മോളെ, എന്നിട്ട് എന്ത് വെച്ചാൽ ഇവളിങ്ങനെ ആയിപ്പോയെ. കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവ് വാതിൽ തുറന്ന അകത്തേക്ക് വരാ. അപ്പൊ പുള്ളിക്കാരത്തി പോയി. ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണേ. അവസാനം ഞാൻ പറഞ്ഞു ചേച്ചി പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ നിൽക്ക്. അപ്പോഴാ പെൺകൊച്ച് തലമുക്കി. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാ, അച്ഛാ ഇതാ അച്ഛ എന്റെ വീട്ടിലെ പ്രശ്നം. എന്റെ വീട്ടിലെ പ്രശ്നം ഇതാ, എന്റെ അപ്പനും അമ്മയും മിണ്ടത്തില്ല. അവരെ പ്രതിയാണ് അച്ഛൻ ഞാൻ ഇന്ന് എത്രയും ഒരു വിഷമിക്കണേ. ഞാൻ അപ്പനോട് മിണ്ടിയ അമ്മയ്ക്ക് സങ്കടം, അമ്മയോട് മിണ്ടിയ അപ്പനോട് സങ്കടം. ഞാൻ ഇവർ രണ്ടോട് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാളുടെ മിണ്ടി, ഇപ്പൊ കൂട്ടായി. തെറ്റുണ്ടെങ്കിൽ അച്ഛൻ പറ. ഞാൻ പറയുന്ന കാര്യമില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കെ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബത്തില്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എപ്പോഴും പറയും, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ഒന്നാമത്തെ ഏറ്റവും വലിയ റീസൺ, ദൈവാശ്രയ ബോധം,
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുറവാണോ കൂടുതലാണോ? കുറവാണോ കൂടുതലാണോ? കുറവാ. പണ്ട് ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഭാര്യയും അപ്പനും അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നും ഇന്നുണ്ടാ? എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകൾ കൈവയ്ക്കേ. നോണ പറയണ്ട, കർത്താവിനെ അറിയാട്ടോ, എന്നെ നോക്കാൻ പറയണ്ട. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള എത്ര വീടുകളുണ്ട്? നിങ്ങൾ എന്നെ നോക്കിക്കോ, താത്തിക്കോ. നിങ്ങൾ നല്ല മനുഷ്യരാട്ടോ. സാധാരണ എല്ലാവരും കൈപൊക്കാറുണ്ട്. നിങ്ങൾ സത്യസന്ധമായിട്ട് കൈപൊക്കിയില്ല. അഭിനന്ദനങ്ങൾ. ഒരിക്കലും കൂനമാവില് ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകൾ കൈവൊക്കെ. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൈപ്പൊക്കി പിടിച്ചേക്കാം. അപ്പൊ മുമ്പിലിരിക്കുന്ന ഒരു കുരുട്ട് മാത്രം പൊക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? അപ്പൊ ഇവരെന്നെ നോക്കിയിട്ട് കാണിക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താ എഴുന്നേറ്റേ? പുള്ളി എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് ചോദിച്ചു, എടാ കുരുപ്പ, നീ എന്താ പൊക്കാത്ത? അപ്പോഴും അവൻ പറയാ. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പനമ്മ വന്നണ്ട? പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നിപ്പോ ഇവന്റെ ആദ്യത്തെ റോയില് ഇതുപോലെ കസേരയിട്ടിട്ട് ആദ്യത്തെ റോയില് ഇവന്റെ അപ്പനമ്മയും കൈപൊക്കി പിടിച്ചേക്കാട്ടാ. അപ്പൊ അപ്പൻ ഇവൻ തിരിഞ്ഞു നോക്കിയ വഴി അപ്പൻ ഇവനെ കാണിക്കുക. ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ദൂരേക്കണ കൊച്ചല്ല, കൊച്ചിങ്ങനെ ചോദിക്കും. അമ്മയാണ് അതിലും വിരട്ടി. അമ്മ ഈ കഥകളി കണ്ടോണ്ടിരിക്കണ ഞാൻ പറഞ്ഞു, പൊന്നു മോനെ കുരിപ്പൻ നിങ്ങളുടെ തിരിഞ്ഞു ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? ഈ കൊച്ചനോട് പറയാ, അച്ഛാ ഇന്നലെ എന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊന്നും ചെല്ലിയില്ല, പിന്നെ എന്തിനാ അപ്പനമ്മയ്ക്ക് പൊക്കി പിടിച്ചേക്കണേന്ന്. പിറ്റേ ദിവസത്തെ കൺവെൻഷൻ ആ ചക്കനെ ഞാൻ കണ്ടിട്ടില്ലട്ടാ. അവൻ ജീവിച്ചിരിക്കണ്ടോന്ന് പോലും എനിക്ക് ഒന്നും ഉറപ്പില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാ? ഇല്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകൾ ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വേദന ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വീടായിരുന്നു നമ്മുടെ കുടുംബം. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമായിട്ട് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളും മാതാപിതാക്കളും എല്ലാവരും തമ്മിൽ ഒടുക്കത്തെ സ്നേഹത്തെ വളർന്നുകൊണ്ടിരുന്നേ. ഇന്നോ കണ്ടുമുട്ടാറില്ല. പണ്ട് പ്രാർത്ഥനയ്ക്കെങ്കിലും മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമായിരുന്നു. ഇന്ന് അതെങ്കിലും ഉണ്ടാ? നിങ്ങളുടെ പിള്ളേരോട് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ചോദിച്ചു നോക്കിണ്ടോ? ചോദിച്ചു നോക്കിക്കോ. പിള്ളേര് കൺഫ്യൂഷൻ അടിക്കണാണപ്പോ. ഞാൻ ചോദിക്കണില്ല, നിങ്ങൾ നാണം കെടും. ചോദിക്കണ ചോദിക്കണ്ട, നല്ലതാ. പിന്നെ കാര്യവിവരമുള്ള ചെക്കൻ കേട്ടോ. പുള്ളി വലിയ കാര്യങ്ങളൊക്കെ പറയുള്ളൂ കേട്ടോ. ചോദിക്കേണ്ടെന്ന് പുള്ളി എന്നെ പറഞ്ഞു. പുള്ളിക്ക് അറിയില്ല വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പല പിള്ളേർക്ക് അറിയില്ല അപ്പൊ വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. ചിലങ്ങൾക്ക് എണ്ണി തീരണില്ല. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ എന്നപ്പോ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തന്നെ സങ്കടമായി പോയി. ചോദിക്കാൻ പറ്റണ പോയി. പുള്ളി അപ്പനെ വിട്ടുപോയി ഞാൻ ചോദിക്കും, അപ്പനെ കാണാറില്ലേ? ഇല്ല. രാവിലെ എഴുന്നേക്കണതിന് മുമ്പ് അപ്പ പോയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പപ്പ വന്നെ. പിന്നെ ഇങ്ങനെ അപ്പനെ കാണും. പുള്ളി എണ്ണീട്ട് എണ്ണം തങ്ങിയിട്ടില്ല. വീട്ടുകാരും നാട്ടുകാരും പള്ളിയിൽ ഇരിക്കുന്നവരെല്ലാവരും പറയുന്നുണ്ട്, എടാ ഒരു മോനും കൂടി ഉണ്ടിടാ, ഒരെണ്ണം കൂടി ഉണ്ടിടാ. ഇവൻ പറയും, ഇല്ല 4 ഉള്ളു. ഞാൻ ചോദിച്ചാൽ 5 ഇല്ല 4 ഉള്ളു. അവസാനം തൊട്ടാ തന്തേനെ ഉദ്ദേശിച്ചിട്ടില്ല പുള്ളി. എണ്ണി വന്നപ്പോ അപ്പന ഔട്ട്. കൺവെൻഷന് തന്ത ഇരിപ്പുണ്ട്. ഞാൻ എന്തിനെന്ന് പറഞ്ഞതറിയോ? നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന എന്ന് നഷ്ടമാക്കിയോ, എന്ന് നിർത്തലാക്കിയോ, എന്ന് പ്രാർത്ഥിക്കാത്ത കുടുംബമായി നിന്റെ കുടുംബം മാറിയോ, അന്ന് തുടങ്ങി നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കള് സ്വസ്ഥതയോടും സമാധാനത്തോടാണ് ഇന്ന് ജീവിക്കണേ? ആണോ? നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. എന്തോരം കുട്ടികളെ എന്ത് കൊണ്ടുവരണമെന്ന് അറിയോ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത്? നിങ്ങളുടെ മക്കൾക്ക് തെറ്റായൊരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്താ മിണ്ടാണ്ടിരിക്കണേ? അത് ഉറപ്പില്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ എനിക്ക് മെസ്സേജ് അയച്ചേക്ക, അച്ഛനോട് മിണ്ടണം. ഞാൻ ചോദിച്ചാൽ എന്തിയടാ? അച്ഛനോട് എനിക്ക് മിണ്ടണം അച്ഛാ, ജീവിക്കണ്ട, എനിക്ക് മരിച്ചാതി. ഞാൻ ചോദിച്ചാൽ എന്തിയടാ? എനിക്ക് മരിച്ചാതി. ഞാൻ ചോദിച്ചാൽ എന്തിയടാ? എനിക്ക് മരിച്ചാതി അച്ഛാ. ഞാൻ ചോദിച്ചാൽ എന്തേ മോനെ നിന്റെ പ്രശ്നം? എനിക്ക് മരിച്ചാതി. ഞാൻ ചോദിച്ചു. അപ്പൊ ഞാനൊന്ന് കാമാൻ കൊയ്റ്റാക്കാൻ വേണ്ടി ചോദിച്ചു, ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, പൊന്നു മോനെ നീ എന്തൊട്ട് ജോലി ചെയ്യണോ? അല്ല, പഠിക്കുക. ഞാൻ വിചാരിച്ചു വലിയ MSW MBA മെഡിസിൻ ഒക്കെ പഠിക്കുന്ന വലിയ ചക്കനായിരിക്കും, 10-27 വയസ്സുണ്ടാവും. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ പഠിക്കണത്. നിനക്ക് എന്നടാ ചാവാൻ മാത്രം ഇത്ര പ്രശ്നം? അപ്പൊ അവൻ എന്നോട് പറയാ, അത് ഞാൻ ചെയ്ത് അത്
ഞാൻ ചോദിച്ചു എന്താടാ പ്രശ്നം? അതുണ്ടല്ലോ അച്ഛാ, അതുണ്ടല്ലോ അച്ഛാ. ഞാൻ ചോദിച്ചു എന്താടാ പ്രശ്നം? അതുണ്ടല്ലോ അച്ഛാ, എനിക്കൊരു പെൺകൊച്ചിനെ ഇഷ്ടമാ. ഞാൻ ചോദിച്ചു എത്രാം ക്ലാസ്സിലാ? അവൾ എത്രാം ക്ലാസ്സിലാ? അവൾ 6ാം ക്ലാസ്സിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, 8ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കന് 6ാം ക്ലാസ്സിൽ പഠിക്കണ പെൺകൊച്ചിനോട് പ്രണയം. ഞാൻ ചോദിച്ചപ്പോ എന്താടാ ഇപ്പൊ പ്രശ്നം? അച്ഛ പണ്ടൊക്കെ എത്ര മെസ്സേജ് അയച്ചാൽ അവള് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, ഇന്ന് എത്ര മെസ്സേജ് അയച്ചിട്ട് അവള് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. മോനെ പോട്ടടാ, വലുതാകുമ്പോ നമുക്ക് വേറെ നോക്കടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവൻ അവസാനം എന്നോട് പറയാ, അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന സഹായം ഉണ്ട്. ഞാൻ ചോദിച്ചു എന്ത്? ഞാൻ വിചാരിച്ചു വലിയ പഠിക്കാനോ വലിയ പഠനത്തിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനായിരിക്കും പറയണെന്ന് വിചാരിച്ചേ. ഈ ചെറുക്കനോട് ചോദിച്ച പ്രാർത്ഥന സഹായം എന്തുണ്ടെന്നറിയോ? ജീവിതത്തിൽ ഒരാളും എന്നോട് ചോദിക്കാത്തൊരു പ്രാർത്ഥന സഹായ. ഇവൻ ചോദിച്ച പ്രാർത്ഥന സഹായം എന്നറിയോ? അച്ഛാ എനിക്കൊരു പ്രാർത്ഥന സഹായം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തൊട്ട മോനെ വേണ്ടേ? അച്ഛൻ പ്രാർത്ഥിക്കാം. ഇവൻ പറഞ്ഞ പ്രാർത്ഥന സഹായത്തിലേ ഉള്ളൂ. അച്ഛാ അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ. ഞാൻ എന്താടാ ഈ ബ്രോക്കറാണോ? 8ാം ക്ലാസ്സിൽ പഠിക്കണവൻ ചോദിച്ച പ്രാർത്ഥന ഇത്. അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന. കാലം പോയ പോക്കണ്ട. നിങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഇന്ന് മയക്കുമരുന്നിനും ഡ്രഗ്സിന്റെ ഒക്കെ ഒരു കാലഘട്ട. നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന്? കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയ്ക്ക് അടുത്ത ഒരു ക്ലാസ്സിന്, ലഹരി വിരുദ്ധ ക്ലാസ്സിന് ചെന്ന് കഴിഞ്ഞപ്പോ ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചു, മക്കളെ നിങ്ങൾ ലഹരികൾ യൂസ് ചെയ്യാറുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല. അപ്പൊ ഞാൻ എന്നിട്ട് എല്ലാ ലഹരികളും ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ ഒരു പെങ്കൊച്ചി എഴുന്നേറ്റുന്നു. ഞാൻ ചുരുക്കി പറയാം, പെങ്കൊച്ചി എഴുന്നേറ്റുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കണ നദാനിയ. ഞാൻ ഇന്നോളെ മറക്കില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കണ നദാനിയ എഴുന്നേറ്റ് എന്നിട്ട് പറയാ, അച്ഛാ അച്ഛന് ഒരു ലഹരി വിട്ടുപോയി. ഞാൻ ഏത് ലഹരി? ഒരു ലഹരി വിട്ടുപോയി അച്ഛാ. ഞാൻ ചെയ്തു. എന്റെ പൊന്നുമോളെ, എനിക്കറിയാവുന്ന പോലീസുകാരോടൊക്കെ ചോദിച്ചിട്ട് ഇത് ഞാൻ ക്ലാസ് റെഡിയാക്കിയ അവിടെ അച്ഛൻ ഒന്ന് വിട്ടുപോയി അച്ഛൻ. ഞാൻ ചെയ്തടി കൂള്. നിങ്ങൾക്കറിയാം കൂള് എന്നിട്ടാന്ന്? കൂണല്ല, കൂള്. നിങ്ങൾ തണക്കമോ വിചാരിക്കണ കൂളല്ല. ഇന്ന് പിള്ളേര് മുഴുവൻ വെക്കണ ഒരു സാധനം, ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഈ പണ്ട് ഹാൻഡ്സ് വെക്കണ പോലെ ഈ ഇതിന്റെ ഉള്ളില് നിങ്ങളുടെ മക്കളെ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ഇരുന്ന പെറ്റിട്ടിട്ട് ഒന്നും പറയുന്നില്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോ എനിക്ക് സങ്കടമേ. ചില പിള്ളേരെ കാണുമ്പോ ഞാൻ ചോദിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന പിള്ളേരെ കാണുമ്പോ മക്കളെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാ? ഇല്ല. നിങ്ങൾ ഒരുമിച്ച് കാണാറുണ്ടോ? അപ്പനോട് സംസാരിക്കാറുണ്ടോ? ഇല്ല. അമ്മയോട് മിണ്ടാറുണ്ടോ? ഇല്ല. നമ്മുടെ കുടുംബം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ പിള്ളേര് തല്ലുണ്ടാക്കണത്. പണ്ടൊക്കെ ഒരു തല്ലുണ്ടായാൽ നമ്മുടെ പിള്ളേര് ഓടി മാറും. ഇന്ന് പിള്ളേർ ഒടുക്കത്തിടി, കവലയ്ക്ക് കിടന്ന് ബസ്സുകാരോട് ഇടി, കവലയ്ക്ക് കിടന്നിടി, സ്കൂളുകാർ പിള്ളേര് തമ്മിലിടി. നമ്മുടെ പിള്ളേരെന്ത് ഇങ്ങനെയായി പോയി? നിങ്ങൾ ചിന്തിക്ക്. ഇന്ന് പൈശാചികത നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ പിള്ളേരോട് ചോദിച്ചു നോക്കാം. മക്കളെ, നിങ്ങളുടെ ചോദ്യം, ഓജ ബോർഡ് അറിയോ? അറിയാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുണ്ടാവും. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് എത്രയില്ല? ഒന്നില്. ഓജ ബോർഡ് അറിയാന്നോ? ഓജ ബോർഡ് അറിയോ? എന്തുട്ടത്? ഞാനറിയില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 2ാം ക്ലാസ്സില് 2ാം ക്ലാസ് ഓജ ബോർഡ് അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ട്. ഇവിടെ വന്നേ, ഇവിടെ വാ. 2ാം ക്ലാസ് കേട്ടുണ്ട് കേട്ടോ. ഇത് കേട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നോ? 3ാം ക്ലാസ് 4ാം ക്ലാസ് കമോൺ യാങ്സ്. കേട്ടിട്ടുണ്ടോ ഓജ ബോർഡ്? കേട്ടിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ ഇവിടെ അറിയില്ലേ? 5ാം ക്ലാസ് വാ. 6ാം ക്ലാസ് നിരന്നക്ക് ഇതെവിടെ നിന്നൊക്കെ വന്നത്? വാ. എത്രാം ക്ലാസ്സാ? 6. എത്രാം ക്ലാസ്സാ? പുള്ളി മിണ്ടത്തില്ല കേട്ടോ. 2ാം ക്ലാസ് ആണോ? അവിടെ പോയി കിടക്കാറുന്നു. ഇവിടെ വാ. നിങ്ങൾ ഈ പിള്ളേരോട് നിരന്നോ? നിങ്ങൾ ഈ പിള്ളേരോട് ചോദിച്ചു നോക്ക്, ഇവർക്ക് ഓജ ബോർഡ് അറിയാവുന്ന. ഇവരൊക്കെ പറയും അറിയാന്ന്. ഓജ ബോർഡ് അറിയാം മക്കളെ?
അറിയോ? നിങ്ങളുടെ പിള്ളേരോട്ടോ, എൻ്റെ അല്ല, നിങ്ങളുടെയാ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കണം, നിനക്കറിയോ? കേട്ടിട്ടുണ്ടോ? എങ്ങനെ ഈ ബോർഡ്? മോനെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സ്ക്വയർ ടൈപ്പ് ആണ് ബോർഡ് കേട്ടോ. പിന്നെ ഇതിൽ ഏതൊക്കെ ഉണ്ട്? ആൽഫബറ്റ്സ് ഉണ്ടോ? ഓ അറിയാം. നമ്പേഴ്സ് ഉണ്ടോ? കണ്ടോ, കറക്റ്റാ. എസ് ഓർ നോ ഉണ്ടോ? യെസ്. ഇതെങ്ങനെയാ? ഇതില് ലൈറ്റ് ഓഫ് ചെയ്യണോ, ലൈറ്റ് ഓൺ ചെയ്യണോ? ലൈറ്റ് ഓൺ ചെയ്യണോ, ലൈറ്റ് ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യണം. തിരി കത്തിക്കണോ വേണയോ? വേണം. ഗ്ലാസ് ഉപയോഗിക്കണോ, കോയിൻ ഉപയോഗിക്കണോ? കോയിൻ ഉപയോഗിക്കണം. ഗ്ലാസ് ഉപയോഗിക്കണോ? കോയിൻ ഉപയോഗിക്കണം. ഗ്ലാസ് ഉപയോഗിക്കണോ? വേണം. 2ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചാണ്. എനിക്ക് ഇവനെ കുറിച്ച് ഡൗട്ടില്ല. കാരണം ഈ മക്കളെ എനിക്ക് കുഴപ്പമില്ല. ഈ മക്കള് ദൈവത്തിന്റെ അടുത്ത് വളരുന്ന പിള്ളേരാ. അതുകൊണ്ട് ഇവര് നിങ്ങളെ കൊണ്ടുവന്നേ. എനിക്കൊരു സന്തോഷമുണ്ട്. ഈ മക്കളെ കുറിച്ചിട്ടല്ല എനിക്ക് ഡൗട്ട്. ഇവരിത് പറഞ്ഞുകൊണ്ട് ഈ നിങ്ങളുടെ എല്ലാ പിള്ളേരോടും ചോദിച്ചേക്കും, അവർക്ക് എല്ലാവർക്കും ഓജോ ബോർഡ് അറിയാം. ഓജോ ബോർഡ് അറിയാം. ഇതെങ്ങനെയാ എന്നിട്ട് ഇതെങ്ങനെയാ കളിക്കണ്ടേ? നിങ്ങൾക്കറിയോ ഓജോ ബോർഡ് എന്തെന്ന്? ഇങ്ങനെ ഇരുന്നോ തേങ്ങപ്പൊഴുക്ക് പോലെ. പിള്ളേരെ വളർത്തിയിട്ട് ഞാൻ പറയണില്ല. എടവേ, നിങ്ങളുടെ പിള്ളേർക്ക് ഇതൊക്കെ അറിയാന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തോണ്ടിരുന്നേ? ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ? പാടത്ത് പോയിട്ട് ഈ തോർത്തോണ്ടിട്ടുണ്ട് പറലിനെ പിടിച്ചോണ്ടിരിക്കുന്ന എൻ്റെ 2ാമത്തെ ഓർമ്മ. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ ചെയ്തോണ്ടിരുന്ന ഏറ്റവും വലിയ ഓർമ്മ എന്താണെന്നറിയോ? പണ്ടത്തെ സൂപ്പർ 8ന്റെ കുപ്പിയിൽ അപ്പുറത്ത് ഇപ്പുറത്ത് 2 തോളയിട്ടിട്ട് പാരകന്റെ ചെരുപ്പിൽ 2 ടയറ് വെട്ടിയിട്ട് ഇങ്ങനെ കവുങ്ങിൻ തോട്ടത്തോട് ഓടിച്ചതാണ് എൻ്റെ ഓർമ്മ 10ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇന്ന് ഈ ചെറിയ പ്രായത്തിൽ ഓജോ ബോർഡിനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് എന്തറിയാം? ഇവന്റെ പ്രായം 2ാം ക്ലാസ്സിലാ. എനിക്ക് ഇവനെ കുറിച്ച്, ഇവൻ നല്ല മോനാട്ടോ, നല്ല മോനാ. ഇവര് എല്ലാവരും നല്ല പിള്ളേരാ. ഇവരെ കുറിച്ച് എനിക്ക് ഡൗട്ടും ഇല്ല, വിഷമവും ഇല്ല. കാരണം ഇവർക്ക് ഇത് ചീത്തയാന്നറിയാം. എനിക്ക് ചീത്തയാന്ന് അറിയാൻ പാടില്ലേ? കേട്ടോ, ഇത് ചീത്തയാണ് കേട്ടോ. ഓജോ ബോർഡ് ചീത്ത കാര്യ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചോളാം. നിങ്ങൾക്കറിയാൻ പാടില്ല ഓജോ ബോർഡ് ചീത്തയാന്ന്. കണ്ട, നമ്മുടെ ഇവന് പറഞ്ഞില്ലേ അറിയില്ലെന്ന്. ഇതുപോലെ അറിയാത്ത എത്ര പിള്ളേരുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് ചീത്തയാ മോനേന്ന്. ഇതറിയാണ്ട് വളരുന്ന എത്ര പിള്ളേരുണ്ട്? നിങ്ങൾ പറ. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളെ കൂടെ പോണത് നിങ്ങൾ ചിന്തിച്ചോട്ടോ? ഈ ഓജോ ബോർഡ് നല്ല കാര്യമാണെന്ന് അല്ല. പൈശാചിക ശക്തികളെ വിളിച്ചു വരുത്തി ചെയ്യുന്ന ഒരു കളിയത്. എത്ര കുട്ടികൾ ഇന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്നറിയോ? ഇങ്ങനെ ഇരുന്നാ ഒന്നും അറിയില്ല. എത്ര കുട്ടികളുണ്ട്? 2 ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിന്റെ കൊച്ച് എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്ത് കൂട്ടുകൂടുന്നു, എന്ത് ചിന്തിക്കുന്നു, ഏത് ഇതിൽ വളരണോ നിങ്ങൾക്കറിയോ? നിന്റെ മക്കൾക്ക് ദൈവത്തെ കൊടുക്ക്. ഞാൻ അതാ പറയണേ, മക്കളെ ഇത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്ക്. അവിടെയാ ദൈവവിശ്വാസം വളർത്തിയെടുക്കണ്ടേ. ഞാൻ സിമ്പിൾ കാരണം പറയാം. ഇത് നിങ്ങള് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയൊരു പാട്ടുണ്ടല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇലുമിനാറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? വേണ്ട. എന്തൊട്ട് ഇലുമിനാറ്റി? ഇലുമിനാറ്റി എന്തൊട്ടത്? ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സമിതിയാണ്. നിങ്ങളിങ്ങനെ ഇരുന്ന് കേട്ടോ. വേറെ കുറച്ച് നാളും ഒരു പാട്ടിറങ്ങി, നാടിൻ നന്മകനെ പൊന്മകനെ പൊന്മകനെ നാടിൻ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചോളാം, നിങ്ങളുടെ പിള്ളേരൊക്കെ ഈ പാട്ട് പാടും കേട്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം അറിയോ? നിങ്ങളുടെ പിള്ളേര് വളർന്നു വരുന്നൊരു സാഹചര്യം വേറെ ഒന്നല്ല. ഇതിലൊരു വരിയുണ്ട്. ചോര ഇങ്ങോട്ട് പേന കത്തി കൊണ്ട് വിദ്യാരംഭം. പേന കത്തി കൊണ്ട് എങ്ങനെ വിദ്യാരംഭം നടത്തണേ? ഒരു മനുഷ്യനെ കൊല്ലണം. അതിൽ വേറൊരു വരി കൊണ്ട് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ചോര സർബത്ത് കിളിച്ച നിങ്ങളുടെ പിള്ളേര് എങ്ങനെ വളർന്നു? കട്ട ചോര കൊണ്ട് എങ്ങനെ ജ്യൂസ് അടിക്കണേ? ഒരു മനുഷ്യനെ കൊന്നാലാ ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പിള്ളേര് വളർന്നു വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ചോ? അവർക്ക് കൊല്ലാനും ഇടികൂടാനും വഴക്കുണ്ടാക്കാനും ദേഷ്യപ്പെടാനും എന്ത് കള്ളത്തരവും കാണിക്കാനും സ്വന്തം അപ്പനെ അമ്മേനെ വരെ തല്ലാനും ഒരു പേടിയില്ലാത്തൊരു ലോകത്തെ നിങ്ങൾ ജീവിക്കണേ. നിങ്ങളുടെ പിള്ളേര് വളർന്നത് എങ്ങനെയാ?
ഈ പിള്ളേരെ കുറിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു, ഈ പിള്ളേർ നല്ല പിള്ളേരാ അല്ലേ? തേങ്ങയാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിങ്ങളുടെ പിള്ളേരെ നിങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ചിന്തിച്ചോ, ഒരു അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്താ നിങ്ങളുടെ മക്കൾ വളരണേ. അവിടെ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിന്റെ ജീവിതത്തിന്, നിന്റെ ജീവിത പങ്കാളിക്ക് സംരക്ഷണം നൽകുന്നത് നിന്റെ കുടുംബ പ്രാർത്ഥനയാ. അതാ പ്രാർത്ഥിക്കണം 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 എന്ന് സഭ നിങ്ങളെ പഠിപ്പിക്കണേ. പ്രാർത്ഥിക്ക്, നിന്റെ മക്കളെ, നിന്റെ കുടുംബം രക്ഷപ്പെടും, ഇല്ലെങ്കിൽ തകർന്നു പോകും. എടവേ, ഇതൊന്നും അറിയാതെ വളരണ പിള്ളേര്. ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ ഇത് ചീത്തയാന്ന് ഇവൻ അറിയാൻ പാടില്ലെന്ന്. എത്രയോ പിള്ളേർക്ക് അറിയാൻ പാടില്ലാണ്ട് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ട് നിന്റെ അടുത്ത് ഉറക്കില്ല. ഞാൻ ചോദിച്ചു എന്തിടാ രാത്രി ചോര വരാന്ന് തലേക്കൂടെ എന്തുട്ടാ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അപ്പഴേ മനസ്സിലാക്കിയേ 5ാം ക്ലാസ്സിൽ പഠിക്കണ ഇത് പറയുമ്പോ തമ്പ്രാനോ പൈശാചിക്ക് ചട്ടിക്ക് ഒട്ടും സമ്മതിക്കില്ല. സ്വകാര്യ ശരിയാ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഇത് സമ്മതിക്കില്ല പറയാൻ. ഇതെങ്ങനെയാട്ടോ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എന്നെ സമ്മതിപ്പിക്കാറില്ല. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഉറപ്പാ. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചോ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മൾ വളരുന്ന ഒരു സാഹചര്യം അന്ധകാരത്തിന്റെ ഒരു സാഹചര്യത്തിലാ. അവിടെ നിന്റെ കുടുംബവും നിന്റെ മക്കളും രക്ഷപ്പെടണമെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ മക്കൾക്ക് ദൈവത്തെ കൊടുത്തു വളർത്തണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തോറ്റുപോകും. എത്ര കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കൈ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളിരുന്ന് ഓജോ ബോർഡ് കളിച്ചതാ. ഇവൻ ബോർഡൊക്കെ വരച്ച് 5 കുട്ടികൾ 4 കുട്ടികളെ നിരന്നിരുന്ന് അവർ ഗ്ലാസും വെച്ച് കോയിനും വെച്ചിട്ട് പറഞ്ഞു, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എവിടെയോ കാറ്റ് പോയി. ഇപ്പൊ തിരി കെട്ടുപോയി. തിരി കെട്ടു കഴിഞ്ഞപ്പോ കൊച്ചു പേടിച്ചു. ഇവൻ പറയുന്നത് പിന്നെന്നറിയോ, എന്റെ കൂടെ സ്പിരിറ്റ് ഉണ്ടെന്ന്. എന്റെ അടുത്ത് കൊണ്ടുവന്നൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കണവനെ എന്റെ കൂടെ സ്പിരിറ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ. ഇല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, രാത്രി ചോര വരാത്ത തലേക്കൂടെ. നിങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ പോണ നിങ്ങൾ ഓർത്ത് നോക്കിയേ. ബ്ലാക്ക് മാസ് കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനെ കൊണ്ട് തന്നെ അടുത്ത് ബ്ലാക്ക് മാസിന് പോയിട്ട് കേട്ടണ്ട ഇരുന്നാ ഇങ്ങനെ പഠിക്കീ 100% പറയുന്നത്. നിങ്ങൾ ദൈവത്തെ കൊടുക്ക്. ഇതൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റുമോ? മക്കളെ ദൈവവിശ്വാസം പഠിപ്പിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും പള്ളി പോകാൻ, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പള്ളി പോകാൻ നിർബന്ധിപ്പിക്കാമോ? അത്രയും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മക്കളിലോ അവരുടെ ജീവിതത്തിലോ ഇങ്ങനെയുള്ള കെട്ടുകളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന വഴി അതൊക്കെ പൊക്കോളും. അതുകൊണ്ടാ പറയണേ, പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? 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 ചെവിയുള്ളവൻ എന്തോരം പറഞ്ഞാലും നന്നാവാത്ത എന്നെ തല്ലണ്ടമ്മാവാ. നന്നാവില്ല. കറക്റ്റാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ മക്കളെ സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി. എൻ്റെ മക്കൾ പൊക്കോ. ഇവർക്കൊരു നല്ല കൈഡി കൊടുത്തേ. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ മക്കൾ വളരുന്ന നല്ലൊരു ലോകത്തല്ല കേട്ടോ, നല്ലൊരു ലോകത്തല്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനെ കൊണ്ട് നിർത്തി. എൻ്റെ പൊന്നോ, അവൻ പറയാ അച്ഛാ, ഞാൻ പോകാത്ത വഴികളില്ല. ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ് എല്ലാം കളിച്ചിട്ടുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. ഇനി എന്തോരം കുട്ടികളെ കൊണ്ടുവരണമെന്നറിയോ? നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള് ദൈവത്തിലാണോ വളരണേ? നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചോക്കെ. ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏതിന് വിടും? ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏതിന് വിടുന്ന്? എന്തോ സൺഡേ കാറ്റഗിസാ തേങ്ങ. എൻട്രൻസ് കോച്ചിങ്ങിന് വിടും. ആ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന പിള്ളേരുടെ കാര്യം അറിയണേ കേട്ടോ. നിന്റെ ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു പാട്ട് പാടില്ലേ, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ
നിന്റെ സർവവും ചേട്ടാ പാടല്ല, പോട്ടെ, സമയമില്ലാത്തോണ്ട പാടാത്ത. നിങ്ങളിത് ഓർത്തോ, ദൈവത്തെ മറക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ അധപതിക്കാൻ തുടങ്ങി. ദൈവത്തെ മറക്കാത്തവന്റെ ജീവിതത്തിൽ ഇന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വരതരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞു വെച്ചേ? നിന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം, 1-ാം സ്ഥാനം. അതെങ്ങനെയാ? സീരിയലും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, തിരക്കും കഴിഞ്ഞ്, ഷോയും കഴിഞ്ഞ്, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ നമുക്ക് എന്തുള്ളൂ? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, സമയമില്ലാത്തോണ്ട് ഞാൻ നിർത്തുക. 1-ാമത്തെ കാര്യം, ഇപ്പൊ 1-ാമത്തെ സ്ഥാനം നിന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊടുക്ക്. എന്തിനാന്നറിയോ? ഇടവഴി നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ പ്രാർത്ഥിക്കാൻ പറയുന്നത്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ, നിന്റെ കുടുംബം, നിന്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ പ്രാർത്ഥിക്കുന്നു പറയണേ. അല്ലാണ്ട് ദൈവത്തിന് ഒന്നും കിട്ടിയിട്ടല്ല. കേട്ടാ? ഓക്കെ. ഈ 2-ാമത്തെ കാര്യം പെട്ടെന്ന് പോവാച്ചാൻ, പെട്ടെന്ന് സമയം തീരാ. ഒരു 3:15 വരെ പോകും. കുഴപ്പമുണ്ടോ? കുഴപ്പമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കേ. 3:15 വരെ പോകും. ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൈവക്കാൻ. വല്യമ്മ കൈവക്കിയത് എന്തുകൊണ്ടാ? പോണ്ടെന്നാണോ പോണെന്നാണോ? എന്തെങ്കിലാവട്ടെ. ഇന്ന് പെട്ടെന്ന് നിർത്തി കളഞ്ഞ്. 2-ാമത്തെ കാര്യം, ഞാൻ പറഞ്ഞിട്ട് മുഴിപ്പിക്കാണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് നിർത്തി നോക്കണേ, അല്ലെങ്കിൽ അച്ഛൻ ഓർത്തിനെ. 2-ാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തില് കുറ്റം പറയാതെ ജീവിക്കണം. ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? ഭാര്യയുടെ. ഭാര്യ ആരുടെ കുറ്റം പറയരുത്? ഭർത്താവിന്റെ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും നമ്മുടെ കുടുംബത്തില് കുറ്റം പറച്ചില്ല, ഒടുക്കത്തെ കുറ്റം പറച്ചില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഭർത്താവും ഭാര്യയും കുറ്റം പറയില്ലായിരുന്നു, മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും കുറ്റം പറയില്ലായിരുന്നു. ഇന്നോ ഒടുക്കത്തെ കുറ്റം പറച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നപ്പോ പറയാ, അച്ഛാ അവൻക്ക് അറിയാട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിന്റെ അമ്മയല്ലടാ കരയണേ. അവൻ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞു, എടാ മോനെ, നിന്റെ അമ്മ നിന്റെ സൈഡിൽ നിനക്ക് അറിയണേ, നിനക്ക് കാണാൻ പാടില്ലേ, നിനക്കൊന്നും നന്നായിക്കൂടെ? പിയും പറയാ, അച്ഛാ അമ്മയ്ക്ക് ബോധമില്ല. അമ്മയ്ക്ക് ബോധമില്ലെന്ന്? ആ, അപ്പൻ എപ്പോഴും പറയും അമ്മയ്ക്ക് ബോധമില്ല. ഞാൻ എപ്പോഴും ഇവിടെ വെച്ച് പറയാ, ജന്മത്ത് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് ഇടികൂടരുത്. ഭാര്യ ഭർത്താക്കന്മാരുടെ എന്റെ സംസാരം, ജന്മത്ത് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്, ഇടികൂടരുത്. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണോ ഇടികൂടണമെന്ന് തോന്നിയാ എന്ത് ചെയ്യണമെന്നറിയോ? അടുത്ത് ചെന്നിക്ക, ഇങ്ങടാ, അടുത്ത് ചെന്നിക്ക, തോളത്തെ കിട കൈയിടാ, പിടിച്ചോളണം, മുറുക്കെ പിടിച്ചോളണം. പിന്നെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ, നേരെ കയറ്റുക, കഥ കടയ്ക്കുക, കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഈ കൈ പൊന്തൂല, അതുകൊണ്ട് മറ്റേ കൈ പിടിച്ചോളണം. വാതിൽ തുറക്കുക, പിന്നെ ചിരിച്ചോണ്ട് പിള്ളേരുടെ മുമ്പിൽ കൂടെ വരിക. നീ പൊക്ക. ഞാൻ ഇതാ നിങ്ങളോട് പറഞ്ഞ, ജന്മത്ത് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് ഇടി കൂടരുത്, ഊട്ടുക്കത്തി ഇടി. ഇന്ന് നമ്മുടെ പിള്ളേരത് കണ്ടു വളരുമ്പോ പിള്ളേരുടെ മുമ്പിൽ അറിയുന്നറിയോ? വേറെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാ. പണ്ട് അപ്പനും അമ്മയും വഴക്കൂടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുമായിരുന്നു. ഇന്ന് ബഹുമാനമൊന്നുമില്ല കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഞാനൊന്നും പറയും, ഞാൻ ഇതിൽ പറഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ട് വേണ്ട. പണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യം പറയാം, എൻ്റെ അപ്പനും അമ്മയും വഴക്കൂറിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പനെന്തെങ്കിലും കർക്കശമായിട്ട് പറഞ്ഞ അമ്മ മിണ്ടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നങ്ങനെയില്ല. തിരിച്ചങ്ങോട്ട് 2 ഡോസ് കൊടുത്തില്ലെങ്കിൽ എന്താ ഇടി ബഹളം. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നൊക്കെ കൗൺസിലിങ്ങിന് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ, അച്ഛാ എന്താടാ, അച്ഛാ എന്താടാ, അച്ഛാ ഞാൻ നിന്റെ കഴുത്തിനെ പറ്റി ഒന്നുമില്ല അച്ഛാ. മറ്റേ ഫ്ലാസ്റ്റിട്ടൊക്കെ ഈ കഴുത്തിനൊട്ടിക്കുന്ന സാധനമില്ലേ റൗണ്ടിലിട്ട്, എന്താടാ ഒന്നുമില്ല അച്ഛാ. എന്തുട്ടാ ചോദിച്ചു വന്നപ്പോ കഴിഞ്ഞ ദിവസം തലേന്ന് ഇടിയുണ്ടായപ്പോ ഭാര്യ കഴുത്തിന് പിടിച്ചിട്ട് 2 കൊട്ടികൾ കൊടുത്തതാ. ഇവള് സ്കൂളിൽ കരാട്ട പഠിച്ചതാ. കുറച്ചാളുമ്പോ ഒരു പടം ഇറങ്ങില്ലേ, ജയ ജയ ജയ. ആ ഹേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഊട്ടുക്കത്തിടിയത്. എനിക്കെന്താ പറയുന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങളും പിള്ളേരുടെ മുമ്പിൽ കിടന്ന് ഇടി കൂടാണ്ടിരിക്കാൻ നോക്ക്. വഴക്കുണ്ടാക്കിക്കോ, വഴക്കുണ്ടാവും എല്ലാ വീട്ടിലും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോളണം, ജന്മത്തെ പിള്ളേരുടെ മുമ്പിൽ കിടന്ന് ഇടി കൂടരുത്. ഭർത്താവിനെ കുറ്റം പറയരുത്. പണ്ടത്തൊക്കെ ഭർത്താക്കന്മാര് അപ്പം കുടിച്ചിട്ട് വന്നാലും ഭാര്യമാര് പറയുന്നേ, നമ്മുടെ അപ്പൻ കുടിച്ചോണ്ടാട്ട് അങ്ങനെയൊക്കെ പറയണേ. ഇന്നങ്ങനെ പറയോ? നിന്നെ തന്തവന്നൊക്കെ നോക്കടാ, നിന്നെ തള്ള തുടങ്ങി. ഇപ്പൊ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് പോലും മാറി തുടങ്ങി. പണ്ട് ചേട്ടാന്ന്, ഇവിടെ എങ്ങനെ വിളിക്കണേ? ചേട്ടാന്നാണോ? ചേട്ടാ. നിങ്ങൾ എന്താ വിളിക്കണേ? ഭർത്താവ് എന്തെങ്കിലും വിളിക്കുവോ? ചേട്ടാന്ന് വിളിക്കും. ഓ അത് നന്നായി ചേട്ടാ. ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ ചെന്ന അച്ചായ എന്നൊക്കെ വിളിക്കും, അച്ചായ ഇച്ചായ എന്നൊക്കെ വിളിക്കും. നിങ്ങൾ എന്നിട്ട് വിളിക്കണേ ചേട്ടാൻ തന്നെയല്ലേ? നല്ലത് കേട്ടോ. ചേട്ടയുടെ മുമ്പിൽ ഇതിൽ ചേർക്കോ? ആ ഭാഗ്യം.
ഞാൻ ഈ പുരുഷന്മാരോട് എപ്പോഴും പറയും, ഈ സ്ത്രീകളെ നിങ്ങൾ മോളേന്ന് വിളിക്കണം കേട്ടോ, മോളേന്ന് കേട്ടോ. ഇവർക്ക് മോളേന്ന് വിളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ? മോളെ. ഇപ്പൊ ജെസ്സി ആണെങ്കിൽ എന്ത് വിളിക്കണം? ജെസ്സി മോളെ. നീ എന്നിട്ട് വിളിക്കണേ എന്ത് വിളിക്കും? പേരും തൊട്ടാ ഭാര്യയുടെ? ഫ്ലവർ ജെയിൻ. ഇതിലെവിടെ കൊണ്ടുപോയി മോളെ ചേർക്കും കർത്താവേ? പുള്ളിക്ക് അറിയാൻ പാടില്ല, പുള്ളി പേടിച്ചിരിക്കുക. അവിടെ തൊട്ട് ഭാര്യയുടെ പേര്? എൻ്റെ ഭാര്യയുടെ പേരിന്റെ കൂടെ തന്നെ മോളുണ്ട്, സുനിമോൾ എന്നാണ് പേര്. കുഴപ്പമില്ല. പുള്ളിയുടെ അപ്പൻ, പുള്ളിക്കാരത്തിയുടെ അപ്പൻ എന്തോ കണ്ടറിഞ്ഞ് ചെയ്തതാ കേട്ടോ. നിങ്ങൾ ഓർത്തോണ്ട് ഈ മോളേന്ന് വിളിക്കുന്ന ഭാര്യമാർക്ക്, ഞാൻ ഈ ഫാമിലി കോഴ്സിന് ക്ലാസ് എടുക്കാൻ പോണതാ, ഈ മോളേന്ന് വിളിക്കുന്ന ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജെസ്സി ആണെങ്കിൽ ജെസ്സി മോളേന്ന് വിളിച്ചോളാം, മേരി ആണെങ്കിൽ മേരി മോളെ കേട്ടോ. ഇപ്പൊ മേഴ്സി ആണെങ്കിൽ മേഴ്സി മോളെ, ലൂസി ആണെങ്കിൽ ലൂസി മോളെ, ഇപ്പൊ ജെസ്സി ആണെങ്കിൽ ജെസ്സി മോളെ, അല്ലെങ്കിൽ ഇപ്പൊ ഷീലയാണെങ്കിൽ ഷീല മോളെ, പുഷ്പയാണെങ്കിൽ പുഷ്പ മോളെ കേട്ടോ കേട്ടോ. ഇപ്പൊ മോളി ആണെങ്കിലോ മോളുടെ മോളെ കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളേന്ന് വിളിക്കുന്നത് ഭയങ്കര രസമാണ്. ഇവർക്ക് ഈ മോളേന്ന് വിളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഈ മോളേന്ന് വിളിച്ചോ ഭർത്താക്കന്മാർക്ക് കുറച്ചും കൂടെ ഒക്കെ സ്നേഹം തോന്നും കേട്ട ഭാര്യമാർക്ക്. പുരുഷന്മാരോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ മോളേന്ന് വിളിക്കുമ്പോൾ അവരുടെ പേര് മാത്രം ഇട്ട് മോളേന്ന് വിളിക്കുക, പേരിന്റെ സ്ഥാനത്ത് വേറെ ഒന്നും ചേരാതിരിക്കുക, പൂമ അതൊന്നും ചേരാതിരിക്കാൻ നോക്കുക എപ്പോഴും കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. ഈ പേര് തന്നെ ഇപ്പോഴത്തെ വൈവിധ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പല വീട്ടിലും പേര് ഇപ്പൊ വിളിക്കില്ല, ചേട്ടാന്ന് വിളിയൊന്നുമില്ല. ഇപ്പൊ വിളിക്കുന്നറിയോ? ദേ 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 എന്തൊട്ട് ഈ ദേ. വേറൊരു വിളിയുണ്ട് ഇപ്പൊ, പിന്നെ 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 എന്തൊട്ട് പിന്നെ. വേറൊരു വിളി വന്നിട്ടുണ്ട് ഇപ്പോഴും, കൊച്ചിൻ്റെ അപ്പ, കൊച്ചിൻ്റെ അപ്പ, കൊച്ചിൻ്റെ അപ്പ. ഈ കൊച്ചിൻ്റെ അപ്പൻ എന്ന് പറയുന്നത് ആരായി പുള്ളിക്കാരത്തിയുടെ? ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നൂതനമായിട്ടൊരു വിളി കഴിഞ്ഞ ദിവസം വന്നതേ കേട്ടതാ. എന്നറിയോ? ഞാൻ ഒരു വീട്ടിൽ ചെന്നതാ. വീട്ടിൽ ചെന്ന വഴി വാതിൽ തുറക്കാനായിട്ട് ഭാര്യ വന്നേ. ഭാര്യ വന്ന് വാതിൽ തുറന്ന വഴി വിളിക്കുക, ഷാജി. ഞാൻ നോക്കുമ്പോ ഷാജി തുള്ളി തുള്ളി വരിക. ഷാജി ലൈറ്റ് ഇട്. ഷാജി ഓ പോയി ലൈറ്റ് ഇട്ടു. ഷാജി അച്ഛന് വെള്ളം കൊണ്ടുവാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഷാജിന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആരും അനുവാദം തന്നേ? സ്വന്തം ഭർത്താവിനെ സഭയെ ബഹുമാനിക്കണ പോലെ ബഹുമാനിക്കണം എന്ന് പറയണേ. സ്വന്തം ഭർത്താവിനെ പേരെടുത്ത് വിളിക്കാൻ എന്താ യോഗ്യത? ഞാൻ എപ്പോഴും എന്റെ വീട്ടിലെങ്ങാനും ഒറ്റ പ്രാവശ്യം വിളിക്കുള്ളൂ പേര്. പിന്നെ ഞാൻ അതുകൊണ്ട് എന്നോട് എൻ്റെ അമ്മ പറയും, നീ കെട്ടാത്തത് നന്നായിരുന്നു. സത്യ. കാരണം അറിയോ, നമ്മൾ പേര് വിളിക്കാനല്ല, നിങ്ങൾ ബഹുമാനിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പേര് വിളിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഈ പേര് വിളി കൂടി വരിക. ഭർത്താവിന് ചേട്ടാന്നോ ഏട്ടാന്നോ നീ ബഹുമാനത്തോടെ വിളിക്കുമ്പോ ചിലർ പറഞ്ഞേക്കാം, അച്ഛാ പുള്ളിക്കാരനാ പുള്ളിക്കാരൻ. അച്ഛാ ബിജു വീട്ടിലില്ല കേട്ടോ. ബിജു ആരാ? ഷാജി വീട്ടിലില്ല കേട്ടോ. ഷാജി അവിടെ പോയേക്കാ. ഷാജിയുടെ ബിസിനസ് എങ്ങനെയാ? ഷാജിയുടെ ബിസിനസ്സോ? നീ ചേട്ടാന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ നിന്നോട് ബഹുമാനം. ഈ പുരുഷന്മാരുടെ സൈക്കോളജി നിങ്ങൾക്ക് അറിയാൻ ചേട്ടാ. നിങ്ങൾ അവരെ ബഹുമാനിച്ചോക്കെ, അവർ തിരിച്ചും നിങ്ങളെ ബഹുമാനിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളോടും പറയാനുള്ള, നിങ്ങൾ അവരെയും ബഹുമാനിക്കണം. എടുത്ത വഴിക്ക് അവരുടെ അപ്പനിട്ട് വർത്താനം പറയരുത്. നിന്റെ അപ്പന്റെ വകയാണോടി വീട്ടിൽ നിന്ന് ഒന്നിട്ടടി കൊണ്ടുവന്നേ? തുടങ്ങരുത്. ശരിയല്ലേ? ശരിയല്ല കേട്ടോ. അവിടെ സോൾബോളായി, ഞാൻ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം നന്നായിട്ട് പോകും. അപ്പൊ ഈ കുറ്റം പറയാതെ ജീവിക്കാൻ 4 വേടുകൾ ഞാൻ പെട്ടെന്ന് പഠിപ്പിക്കാം. സമയം പോവാ. 4 വേടുകൾ ഞാൻ പെട്ടെന്ന് പഠിപ്പിക്കാം കുറ്റം പറയാതെ ജീവിക്കാൻ. ഒന്നാമത്തെ വേട്, എന്റെ മുഖത്തേക്ക് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വേട് പറയണം കേട്ടോ. വാവ് എന്ന് പറഞ്ഞേ, എന്ന് പറഞ്ഞേ. പുരുഷന്മാര് മാത്രം പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് ആവു, അത് ഗ്യാസാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വാവ് ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. വാവ്. ഇടയ്ക്കിടയ്ക്ക് വാവ് പറയണം വീട്ടിൽ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാവ് പറയണം. ജീവിതത്തിൽ എന്ത് വന്നാലും വാവ് പറയണം. നമുക്ക് കുറ്റം പറയണമെന്ന് തോന്നും, അപ്പൊ എന്ത് പറയണം? വാവ്. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. എന്തൊട്ട് വാവാണ് അത്? നാളെ രാവിലെ ഭാര്യ ചായ കൊണ്ടുവന്ന് തരാ. ചായ വാങ്ങിച്ചിട്ട് എന്ത് പറയണം? വാവ്. എന്നിട്ട് പറയണം വാട്ട ചായ കേട്ടോ. നിങ്ങൾ അവർ എന്ത് ചെയ്യുമ്പോഴും നല്ലത് പറഞ്ഞു നോക്കിയോ. വാവ്
കേട്ടോ. ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ആ അരപ്പെങ്ങനെ നോക്കിയിട്ട് വാവ് കേട്ടോ. ഭർത്താവ് വന്നിട്ട് ചുമന്ന ഷർട്ട് നീല പാന്റ് ഇട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിക്ക. ചുമന്ന ഷർട്ട് നീല പാന്റും കണ്ട ശരിക്കും ജവളിക്കടക്കാരനെ പോലെ ഇരിക്കും. വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടീ, എടുത്തു വഴിക്ക് പറയരുത് പൊട്ടനെ പോലെ ഇരിക്കണേന്ന്. എന്നിട്ട് പറയണ്ടേ വാവ്. ഇടയ്ക്കിടയ്ക്ക് വാവ് പറയണം ജീവിതത്തിൽ കേട്ടോ. കൂടെയുള്ളവരോട് വാവ് പറയണം. നാളെ ഇവിടെ ആനക്കൂട് ഭാഗത്ത് എന്തോരം വാവ് വെക്കണം കർത്താവ്. ചായക്കടയിലൊക്കെ വാവായിരിക്കും. മുക്കിയ ചായ പിടിച്ചോണ്ട് ചേട്ടൻ വരുമ്പോ വാവ്. അപ്പൊ വാവ് പറയണേ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ. രണ്ടാമത്തെ വേട് ഇങ്ങനെ പിടിക്ക്, കൈ പിടിക്ക് എല്ലാം ഗുഡ് ഒന്ന് പറഞ്ഞേ. ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് ഗുഡ് പറയണം കൂടെയുള്ളവരോട്. എന്റെ ഇടവക ലൈഫിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേടാ ഗുഡ്. അർഗീസ ഗുഡ്. മേരിക്കുട്ടിയായി ഗുഡ്. ലൂസിയായി ഗുഡ്. ജെസിയായി ഗുഡ്. നമ്മുടെ ഗുഡ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം മറ്റുള്ളവർക്ക് കേട്ടോ. രണ്ടാമത്തെ വേട് തൊട്ടാ ഗുഡ്. മൂന്നാമത്തെ വേട് കൈ പിടിക്ക്, സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ പറയണം. നിങ്ങളുടെ കൂടെയുള്ളവരോട്, പിള്ളേരോടൊക്കെ ഈ ഏറ്റവും കൂടുതൽ പറയാവുന്ന കാര്യം. ഞാൻ എൻ്റെ പിള്ളേരോട്, എൻ്റെ കാറ്റഗിസം പഠിക്കുന്ന പിള്ളേരോട് എപ്പോഴും പറയും മിനുട്ടി സൂപ്പർ ഇട്ട, മോളൂട്ടി സൂപ്പർ ഇട്ട, എപ്പോഴും പറയും മനുക്കുട്ട സൂപ്പർ. ഇത് സൂപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരുടെ മനസ്സങ്ങടെ നിറയും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നറിയോ, നല്ലത് പറഞ്ഞാൽ മനുഷ്യന്മാരെ സ്നേഹിക്കും. കുറ്റം പറഞ്ഞാലാ ചേട്ടായിനെ കുറ്റം പറയുന്നവരാ ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ചേട്ടായി കുറ്റം പറയാറുണ്ടോ? ചിലപ്പോ പറയാറുണ്ട്. നമ്മുടെ ഈ ചേട്ടൻ മാത്രല്ല, നമ്മളെല്ലാവരും എങ്ങനെയാന്നേ. ഞാനടക്കം നമുക്ക് ആർക്കും കുറ്റം പറയുന്നവരെ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പറയും. ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെ നിങ്ങൾ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ 3 വേട് പഠിപ്പിച്ചു. ഒന്നാമത്തെ വേട് എന്നിട്ടാ വാവ്. രണ്ടാമത്തെ വേട് ഗുഡ്. മൂന്നാമത്തെ വേട് സൂപ്പർ. ലാസ്റ്റ് വേട് താങ്ക് യു. ഒന്ന് പറഞ്ഞേ താങ്ക് യു. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് താങ്ക്സ് പറയണം കേട്ടോ കൂടെയുള്ളവരോട്. എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞില്ല ഇന്നലെ തടിയുള്ള ചക്കനെ കുറിച്ച് ജോക്കൂട്ടൻ എന്ത് പറഞ്ഞാലും താങ്ക്സ് പറയും ജീവിതത്തിൽ. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയണം. 4 വേടുകൾ പഠിച്ചു. ഈ നാളെ ഭർത്താവ് കുടിച്ചിട്ട് 4 കാലിൽ വീട്ടിൽ വന്ന് വാതിൽ തുറക്കാൻ. നിങ്ങള് വാതിൽ തുറന്ന വഴി എന്ത് പറയണം? വാവ്. ഭർത്താക്കന്മാരുടെ മനസ്സൊക്കെ നിറഞ്ഞു കേട്ടോ. എന്ത് പറയണം? വാവ്. നമ്മുടെ വാവ് കാണുമ്പോ ഭർത്താവിന് തോന്നും ദൈവം ഇത്രയും നാള് കുറ്റം പറഞ്ഞ ഭാര്യ വാവ് പറഞ്ഞിക്കണോ. അപ്പൊ പുള്ളിക്കാരൻ കൈ ഓങ്ങി അടിക്കാൻ നിൽക്കണ നേരത്തെ എന്ത് പറയണം? ഗുഡ്. നമ്മുടെ കൂട്ട് കേട്ട വഴി പുള്ളിക്കാരൻ ഒരു പൊട്ടിക്കും. പൊട്ടിച്ച വഴി നമ്മൾ എന്ത് പറയണം? സൂപ്പർ. നമ്മുടെ സൂപ്പർ കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ എല്ലാ കൺട്രോളും പോകും. ഒരു ചവിട്ടി കഴിയുമ്പോൾ എന്ത് പറയണം? താങ്ക് യു. ഇതാണ് ക്രിസ്ത്യൻ കേട്ടോ. പുരുഷന്മാരുടെ മനസ്സിലൊക്കെ ലഡു പൊട്ടിയുണ്ട്. നാളെ പരിപാടി നോക്കിക്കോ. ഞാൻ പറയണ പോലെ അവിടെ ചെന്നപ്പോ കിട്ടും. അവിടെ വെച്ചിട്ടുണ്ട്. വാവായിരിക്കില്ല, വാക്കത്തിയായിരിക്കുള്ളൂ കേട്ടോ. എനിക്കെന്താ പറയാന്നുള്ളറിയോ, നിങ്ങൾ ജീവിതത്തിലുണ്ടല്ലോ കുറച്ചൊക്കെ നല്ലത് പറ. മനുഷ്യന്മാരുടെ കുറ്റം പറയാതെ നല്ലത് പറ. കുറവുകളുണ്ടതേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്ത് ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ലടോ. ഒത്തിരി കുറവുകളുള്ളവരാ മനുഷ്യന്മാര്. നിന്റെ ഭർത്താവിന്, നിന്റെ ഭാര്യയ്ക്ക് കുറവുകളുണ്ട്. അതെങ്ങനെയാ? ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച. അക്കരെ ഇക്കരെ ഒന്നും പച്ചയില്ല, നിന്റെ വീട്ടിലെ പച്ച കേട്ടോ. അപ്പൊ കുറ്റം പറയാ ഇല്ല. ഒരു ചേച്ചി ചേട്ടനെ നോക്കണ്ടല്ലോ, എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ചേച്ചി പറയണ്ടേ കേക്ക് മനുഷ്യ കേക്ക് എന്തിനാന്ന് അറിയാൻ പാടില്ല. ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതാ. 3ാമത്തെ കാര്യം പറഞ്ഞിട്ട് നിർത്താം, സമയം പോയി, അതുകൊണ്ട് നിർത്താം. 3ാമത്തെ കാര്യം എന്നറിയോ? 3ാമത്തെ കാര്യം, ഒരു ഭാര്യയും ഭർത്താവും പെട്ടെന്ന് വരാമോ? ഒരു ഭാര്യയും ഭർത്താവും പെട്ടെന്ന് വരാമോ? ഇവിടെ ഭാര്യയും ഭർത്താവൊന്നും ഇല്ലേ? ഒരാള് വാ. ഭാര്യയും ഭർത്താവും വരെ. രഞ്ജിത്തേട്ടാ വാ. ചേച്ചി വാ. നിങ്ങളുടെ എത്തോ? പെട്ടെന്ന് വാ. രഞ്ജിത്തേട്ടൻ വാവുന്നു കേട്ടാ. രഞ്ജിത്തേട്ടനോട് എന്റെ ചോദ്യം കേട്ടോ. രഞ്ജിത്തേട്ടാ, ഇതാരാ? ഭാര്യ. ആരുടെ? എന്റെ. ഉറപ്പാണേ? സംശയമുണ്ടോ? ഇല്ല. ആരെങ്കിലും ചോദിച്ചോ കൊടുക്കോ? ഇല്ല. എന്തേ? ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഓ എന്റെ പോയിന്റ്, പിള്ളേരൊക്കെ കൈയടിക്കണ്ടില്ല. അതല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഉറപ്പ് കറക്റ്റാണ്. ഇത് ആരുടെ ഭാര്യ ആയതുകൊണ്ട്? എന്റെ ഭാര്യ. എന്റെ ഭാര്യ ആയതുകൊണ്ട് ആര് ചോദിച്ചാലും കൊടുക്കൂല. എത്ര കുറവുണ്ടെങ്കിലും കൊടുക്കൂല. കാരണം എന്റെ ഭാര്യ ആയതുകൊണ്ട്. ചേച്ചിയെ ഇങ്ങ് പറഞ്ഞേ. ഇതാരാ? എന്റെ ഭർത്താവ്. സംശയമുണ്ടോ? ഇല്ല.
കണ്ടോ? ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കോ? ഇല്ല. കൊടുക്കൂല. ഇല്ല. എന്തു വന്നാലും ഇല്ല. കാരണം എന്താ? ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇതൊരു ഭാര്യയും ഭർത്താവിനെയും നിർത്തിയതാ. ഞാൻ അവരെ സ്നേഹിക്കുന്ന കാര്യത്തിലല്ല. അവർ പറഞ്ഞ ഒറ്റ ഡയലോഗ് ഉണ്ട്, ഇത് എൻ്റെ ഭർത്താവാ, എൻ്റെ ഭാര്യ, എൻ്റെ. ഈ ലോകത്ത് നിങ്ങൾക്ക് എൻ്റെ എന്ന് വിളിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കുടുംബം മാത്രമാ. ശരിയല്ലേ? അത്രേ ഉള്ളൂ. എൻ്റെ എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ കുടുംബം മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചോക്കെ. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇത് എൻ്റെ കൈയാ, എൻ്റെ കൈ കേട്ടോ. ഇതിന് ഇച്ചിരി വളവുണ്ടെന്ന് കരുതി ഞാൻ മുറിച്ചോളയോ? കളയോ? ഓട്ടിമുണ്ടെന്ന് കരുതി കളയോ? ഇതിന് ഇത്തിരി ഈ പോളിയോ ബാധിച്ചിടുന്ന് ഞാൻ കരുതി കളയോ? കാരണം എന്താ? ഇതെൻ്റെ കയ്യാ, എൻ്റെ മാത്രം കയ്യാ. നിങ്ങൾ ചിന്തിച്ചോളണം, നിങ്ങളുടെ കുടുംബം നിങ്ങളുടേതാ, എൻ്റേതാ. എൻ്റെ അപ്പനാന്ന് ചിന്തിക്കണത്. എത്ര കുറവുണ്ടെങ്കിലും എൻ്റെ അപ്പനാ. എൻ്റെ അമ്മയാന്ന് ചിന്തിച്ചോളണം, എൻ്റേത്. ഈ ലോകത്ത് വേറെ ഒരാൾക്കത് പറയാൻ പറ്റില്ല. എൻ്റെ മക്കളാന്ന് ചിന്തിച്ചോളണം, എൻ്റേത്. ഈ ലോകത്ത് വേറെ ഒരാൾക്കത് പറയാൻ പറ്റില്ല. ഈ എൻ്റെനെ എത്ര കുറവുണ്ടെങ്കിലും ആര് കൊണ്ടുനടക്കണം? നിങ്ങൾ എന്നെ കൊണ്ടുനടക്കണം. അവിടെയാണ് എൻ്റെ കുടുംബം എന്ന് പറയണത്. നീ രഞ്ജിത്തേട്ട ആ തോളത്ത് കൈയിട്ട്. ചേച്ചിക്ക് നാണോ ഇല്ല കേട്ടോ. ഉമ്മയൊന്നും കൊടുക്കാൻ പറയില്ല രഞ്ജിത്തേട്ട, വേണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞറിയോ, ഇതുപോലെ കൈയിട്ട തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ കുടുംബത്തിനുള്ളൂ. നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ ഭാര്യയുടെയും ഈ തോളത്ത് കൈയിട്ട, ചേച്ചിയും ചേർന്നോ, പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറയുന്നറിയോ, ഇതുപോലെ കൈയിട്ട തീരും എല്ലാ പ്രശ്നവും. എൻ്റെ എന്ന് തോന്നിയാ നിങ്ങൾക്ക് എൻ്റെ എന്ന് തോന്നാൻ പറ്റട്ടെ. ചേച്ചി വെക്കോ. താങ്ക് യു ചേച്ചി. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ LMS പറഞ്ഞിട്ടുണ്ട് കേട്ടോ. LMS ഞങ്ങളിങ്ങനെ അച്ഛന്മാരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. ഞാൻ LMS പറഞ്ഞൊരു സംഭവമാണ്. എൻ്റെ അമ്മേനെ കുറിച്ച് ഞാൻ പറയണേ. ഇപ്പം ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഈ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞു, അച്ഛന്മാരെ നമുക്ക് അച്ഛന്മാരും തിരുമേനിക്ക് മാത്രമായിട്ടൊരു ഫോട്ടോ എടുത്താലോ? ഞങ്ങൾ പറഞ്ഞു തിരുമേനി എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ രഞ്ജിത്തേട്ടനൊക്കെ ഒരു അച്ഛനാണെന്ന് ചിന്തിക്കാം. ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ നിരം നിൽക്കണു, തിരുമേനി പിന്നിൽ നിൽക്കണു. ഞങ്ങളിങ്ങനെ നിരം നിൽക്കുന്ന സമയത്ത് ഇപ്പം ഈ രഞ്ജിത്തേട്ടൻ എൻ്റെ സ്ഥാനത്താണെന്ന് ചിന്തിക്കുക, അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് ചിന്തിക്കുക. എൻ്റെ സ്ഥാനത്ത് രഞ്ജിത്തേട്ടൻ നിൽക്കണേ. ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ മാറിക്കുണ്ട് കേട്ടോ, ഇങ്ങനെ മാറിക്കുണ്ട്. ഫോട്ടോ എടുക്കാൻ നേരമായിപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടതേ ഇതിങ്ങനെ വന്നിക്ക. ഞാൻ വിചാരിച്ച് തള്ളയെന്നൊട്ടി കാണിക്കണേ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം വേണ്ടിട്ടോ, ഒടുക്കത്തെ. വേറെ ആരുടെ അമ്മ നിൽക്കണില്ല, എൻ്റെ അമ്മ മാത്രമേ നിൽക്കണുള്ളൂ. രഞ്ജിത്തേട്ടൻ ഞാൻ തള്ളും, രഞ്ജിത്തേട്ടൻ പോകരുത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയാം, അമ്മേ പോ, അമ്മേ പോ. നല്ല ഉറപ്പുണ്ട് കേട്ടോ ശരീരത്തിന്. ഞാൻ പറഞ്ഞു അമ്മേ പോ. ഞാൻ എത്ര പറഞ്ഞിട്ട് എൻ്റെ അമ്മ പോണില്ല. അവസാനം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ജിനു വെച്ചാ നമ്മുടെ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോ ഇല്ലേ, എന്തിനാ അമ്മ നിൽക്കണം, അമ്മേനൊന്നും മാറ്റി നിർത്താൻ പറഞ്ഞു. എനിക്കത് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടേക്കാം. എനിക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കൈക്ക് പിടിക്കാം. അമ്മയുടെ കൈക്ക് പിടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോവാം. ഇനി പോന്നു ഞാൻ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ സൈഡിൽ മാറ്റി നിന്നിട്ട് പിന്നെ ഞാൻ അമ്മയെന്നല്ലേ വിളിക്കണേ, തള്ളേന്ന് വിളിക്കണേ. രഞ്ജിത്തേട്ടൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ നല്ലോണം വിളിക്കും. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഇങ്ങനെ മാറ്റി ചെയ്തിട്ട്, തള്ളിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാം, തള്ളിക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടാ, എന്തോരം പറഞ്ഞാൽ അമ്മയ്ക്ക് കയറില്ലേ. ഏതെങ്കിലും അമ്മമാർ വന്നിട്ടുണ്ടോ, തള്ളിക്ക് മാത്രം ഇത്ര പൂത്താരം, എന്തോരം ബുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടാവണ്ടോ, വരണ്ടെന്ന് പറഞ്ഞാൽ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാം, എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാ. ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടും എൻ്റെ അമ്മ ഇതൊക്കെ കേട്ടുന്നു. എന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ പറഞ്ഞു നിർത്തുക. എൻ്റെ അമ്മ എന്താ ചെയ്യുന്നറിയോ, ഞാൻ തള്ളേന്ന് വിളിച്ച കൈ കൊണ്ട് തന്നെ, തള്ളിയ കൈ കൊണ്ട് തന്നെ, മാറ്റി നിർത്തിയ കൈ കൊണ്ട് തന്നെ എൻ്റെ അമ്മ ആ കൈ ഇങ്ങനെ പിടിക്കുക എൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ തള്ളേന്ന് വിളിച്ച് തള്ളിയ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എൻ്റെ അമ്മ. ഇത് പിടിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ കൈ പിടിക്കുക. ഞാൻ തള്ള ചെയ്ത എൻ്റെ അമ്മേനെ, എൻ്റെ അമ്മ എൻ്റെ കൈ പിടിക്കുക ചെയ്തേ. പിടിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞ ഡയലോഗ് എന്നറിയോ, എൻ്റെ എന്നോട് ഇങ്ങനെ പറയാ. ഞാൻ ഇന്നത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ അമ്മ, എൻ്റെ പാവമ്മ, എൻ്റെ ഈ ലോഹയുടെ ഈ സൈഡ് ഇങ്ങനെ പൊക്കിയിട്ട് പറയാ, ജിനുമോനെ എൻ്റെ ഈ ലോഹയുടെ സൈഡ് എന്നറിയാ ചെളിയാ മോനെ, ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്ന് നിന്നാടാ മോനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ അമ്മ മരിച്ചു പോയാൽ നമുക്ക് ആരോ ഉള്ളത്, നമ്മുടെ അപ്പം മരിച്ചു പോയാൽ നമുക്ക് ആരോ ഉള്ളത്, നമ്മുടെ ജീവിത പങ്കാളി മരിച്ചു പോയാൽ നമുക്ക് ആരോ ഉള്ളത്.
മക്കൾ മരിച്ചു പോയി, നമുക്ക് ആരോ ഉള്ളത്? എൻ്റെ എന്ന് പറയുന്ന ഈ ലോകത്ത് ആരോ ഉള്ളത് നമുക്ക്? ആ എൻ്റെയോടാണ് നിങ്ങൾ ഇത്രയേറെ വിരോധവും ദേഷ്യവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർക്കണം. എൻ്റെ എന്ന് തോന്നട്ടെ. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ ഒക്കെ അമ്മമാർ ചിന്തിച്ചിട്ടുണ്ടോ, എത്ര വഴക്കുണ്ടാക്കിയാലും അമ്മ കൊണ്ടുവന്ന ചോറ് തരും, എത്ര ദേഷ്യപ്പെട്ടാലും അമ്മ ചോറ് കൊണ്ടുവരും. പക്ഷെ അമ്മയ്ക്ക് ബുദ്ധിയില്ല, ബോധമില്ല, വെളിവില്ല, അല്ലേ? ഇതെൻ്റെയാടോ, കുടുംബം എൻ്റെയാ, എൻ്റെ കുടുംബം അത്, എൻ്റെ ഈ ലോകത്ത് എൻ്റെ എന്ന് പറയണതുള്ളൂ. എനിക്കൊരു പ്രശ്നം ഉണ്ടായി അവരുണ്ടാവുള്ളൂ. അവരെ സ്നേഹിക്കും. എൻ്റെ അപ്പനെയും എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ കൂടപ്പിറപ്പിനൊക്കെ സ്നേഹിക്കും. എൻ്റെ എന്ന് പറയും. കുറവുകളുണ്ടില്ല എന്നല്ല, സ്നേഹിക്കും. കേട്ടോ? കേട്ടോ? സങ്കടപ്പെടാൻ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കേട്ടോ? ഞാൻ കാര്യമായിട്ട് രഞ്ജിത്താണ് നല്ലൊരു കൈ കൊടുത്തേ. താങ്ക് യു രഞ്ജിത്തേട്ടാ. ഞാൻ നിർത്താം കേട്ടോ. ഇത് എൻ്റെയാണെന്ന് തോന്നിയ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളൂ. ഇന്ന് സമയം പോയി, അതുകൊണ്ട് നിർത്താം. ബുദ്ധിമുട്ടായാ? കുഴപ്പമൊന്നുമില്ല. അവസാനത്തെ ദിവസമല്ലേ, നോ പ്രോബ്ലം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അച്ഛന് രാത്രി തന്നെ തിരിച്ചു പോകണം. ഞാൻ അച്ഛന് ഇന്ന് രാത്രി 12:30 ട്രെയിൻ. ആ ട്രെയിന് പോയിട്ട് വേണം നാളെ രാവിലെ എൻ്റെ പള്ളിയിൽ ചെന്ന് 6:30 മണിക്ക് എനിക്ക് കുർബാനയുണ്ട്. ആ കുർബാന ചെല്ലിയിട്ട് വേണം വൈകുന്നേരം ധ്യാനത്തിന് വേണ്ടി തൃശ്ശൂർ പോകണം. ഇനി ഇപ്പം നാളെ എനിക്ക് ധ്യാനം, അടുത്ത ധ്യാനം തുടങ്ങാം കേട്ടോ. എൻ്റെ ഡയറ്റ് ഇങ്ങനെയാണ്. എന്നാലും ഞാൻ ഇത് പറഞ്ഞു തീർക്കാണ്ട് പോയി എനിക്കൊരു സങ്കടം വരും, അതുകൊണ്ട് തീർത്തതാ കേട്ടോ. അപ്പോൾ ഇച്ചിരി ധ്യാനം വൈകിട്ടുണ്ടെങ്കിലും അച്ഛനോട് ക്ഷമിച്ചേര്. കുഴപ്പമുണ്ടോ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ? കണ്ണീരൊക്കെ തുടച്ചു കഴിഞ്ഞാൽ മതി, കരഞ്ഞതൊക്കെ മതി. പോ വീട്ടിൽ പോയി. ഇവിടെ ഇരുന്ന് കരയാനല്ല, വീട്ടിൽ പോയിരുന്ന് കരഞ്ഞാൽ മതി കേട്ടോ. വീട്ടിൽ പോയി ആ കരച്ചിലെല്ലാം കാണിക്കണ്ട, സ്നേഹം കാണിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്, ഈ മരിച്ചു കഴിഞ്ഞിട്ട് കുഴി കൊണ്ടുപോയി പൂ വെച്ചിട്ട് എന്താ കാര്യമോ? മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് എന്താ കാര്യം? ജീവിക്കുന്ന സമയത്ത് കൊടുക്ക് നിന്റെ ജീവിത പങ്കാളിക്ക്, അപ്പനമ്മയ്ക്കൊക്കെ. അതാണ് സ്നേഹം. നിർത്തച്ഛൻ കേട്ടോ. 3 കാര്യങ്ങൾ ആ കുടുംബത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം കേട്ടാ. രണ്ടാമത്തെ കാര്യം കുറ്റം പറയാതെ ജീവിക്കണം. അതിന് 4 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കുറ്റം പറയാതെ ജീവിക്കാൻ. എന്തൊക്കെയാ? വാവ്, ഗുഡ്, സൂപ്പർ, താങ്ക് യു. 4-ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു, ഇത് എൻ്റെയാണെന്ന് തോന്നണം. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ മക്കള്, എൻ്റെ, വേറെ ആരുടെയല്ല ഈ ലോകത്ത്. അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയ നിങ്ങളുടെ കുടുംബം നല്ല കുടുംബമായിട്ട് മാറും കേട്ടോ. എൻ്റെയെന്ന് തോന്നിയ എല്ലാ പ്രശ്നങ്ങളും തീരൂടോ, അല്ലാണ്ട് തീരില്ല കേട്ടോ. അത് പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിവസം എന്നെ കേട്ടതിനും എല്ലാ കാര്യങ്ങളും എന്നെ ശ്രവിച്ചതിനും, നേരെ ഇത്ര വൈകിട്ടും നിങ്ങൾ ആരും പോകാതെ ഈ സമയം വരെ ഇവിടെ ഇരിക്കുന്നതിനും എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ടോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കിട്ടും കേട്ടോ. യൂട്യൂബിൽ ചിലരൊക്കെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചതിനോട് അച്ഛൻ എങ്ങനെ കിട്ടണേ? അത് യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലോ, ഫേസ്ബുക്കിലോ എല്ലായിടത്തും കിട്ടും എൻ്റെ ടോക്ക്. ഫാദർ ജിനു പള്ളിപ്പാട്ടെന്ന് അടിച്ചാൽ മതി. FRJINUPALLIPATT. ഇനി ആർക്കെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ അത് സ്റ്റാറ്റസ് ആയിട്ട് കിട്ടാൻ വഴിയുണ്ടോ? കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് പലർക്കും പോകുന്നുണ്ട്. അതൊരു 19,000 പേർക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ഇല്ല. ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ടൈറ്റ് ആയതുകൊണ്ട് ഇടുന്ന ദിവസങ്ങളൊക്കെ സ്റ്റാറ്റസുകളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ, ഫാദർ ജിനു പള്ളിപ്പാട്ടിനോട് കൊടുത്താൽ ഒരു ഇളിച്ച മുഖം വരും, ഈ ഊറാലിട്ടുണ്ട്. അത് ഞാനാ. നോക്കിയും കണ്ടു വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇത്രയും നേരം സഹകരിച്ചതിന് എല്ലാവരോടും 1000 നന്ദി പറയുന്നു. എൻ്റെ ടോക്ക് ഇഷ്ടമായ? കൺവെൻഷൻ ഇഷ്ടമായ? ധ്യാനം ഇഷ്ടമായ? ബോറടിച്ചോ? അറിയോ? ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊരു നല്ല കൈഡി എൻ്റെ തമ്പുരാനോടത്തെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇന്ന് ഇവിടെ ഇത്രയും പേര് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തന്നെ പോകും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ അപ്പനമ്മേനെയും, വേറെ ആർക്കും വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, എൻ്റെ അപ്പനമ്മയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. കാരണം ഞാൻ പറയുന്നറിയോ, ഈ ലോകത്തെ എനിക്ക് സ്നേഹിക്കാൻ അവരേ ഉള്ളൂ. അവരും കൂടി പോയാൽ പിന്നെ ഞാൻ ഒറ്റത്തടിയാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, ഞങ്ങൾ അച്ഛന്മാർ കല്യാണം കഴിക്കത്തോണ്ട് അപ്പനമ്മയും പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പനമ്മയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. 2 പേർക്കും വയ്യ, ക്യാൻസർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാണോ, പക്ഷെ കർത്താവ് നോക്കിക്കോളും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അപ്പനമ്മയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം കേട്ടോ. നമ്മുടെ കുടുംബത്തെയൊക്കെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുക. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതെൻ്റെ കുടുംബമാണെന്ന് ചിന്തിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന്. എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നു എന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന്. 1 പത്രോസിന്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവം തന്നതാ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ എല്ലാം. ഈ 3 ദിവസത്തെ കൺവെൻഷന്റെ ഏറ്റവും അവസാനത്തെ മുഹൂർത്തത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവമേ, ഈ 3 ദിവസം അങ്ങ് ഞങ്ങൾക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടു കൂടെയുള്ള ദൈവത്തെക്കുറിച്ച്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. 2-ാമത്തെ ദിവസം കേട്ടു ആ കൂടെയുള്ള ദൈവത്തിന്റെ 3 പ്രത്യേകതകൾ. അവൻ അബ്രഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവ, വിശ്വസിച്ച സ്നേഹിച്ച കൂടെ നിൽക്കുന്ന ദൈവ, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും എല്ലാം തരുന്ന ദൈവ, കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവ, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവ, എൻ്റെ ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. അവസാനത്തെ ദിവസം നമ്മൾ കേട്ടു എൻ്റെ കുടുംബം അത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ടേ. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കണം. 1-ാമത്തെ കാര്യം, കുറ്റം പറയാതിരിക്കണം എൻ്റെ കുടുംബത്തിൽ. എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്, എൻ്റെ അപ്പനെക്കുറിച്ച്, എൻ്റെ അമ്മയെക്കുറിച്ച് അവരെ സ്നേഹിക്കാനാ ദൈവം പറയണേ. അവസാനമായിട്ട് പറഞ്ഞു, എൻ്റെയാന്ന് തോന്നണം എൻ്റെ കുടുംബം. എൻ്റേതത്. ഈ ലോകത്തെ എന്തിനേക്കാളും വലുതാ എനിക്ക് എൻ്റെ കുടുംബം. എൻ്റെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുത് എൻ്റെ കുടുംബം. ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുത്ത ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കാം. കരുണവാനായ കർത്താവേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മോശ കരങ്ങൾ ഉയർത്തിയതുപോലെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. കരുണവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ജനത്തിനു വേണ്ടി, ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ രോഗങ്ങൾ അകന്നു പോകട്ടെ, വേദനകൾ അകന്നു പോകട്ടെ, സങ്കടങ്ങൾ അകന്നു പോകട്ടെ, പ്രശ്നങ്ങൾ അകന്നു പോകട്ടെ. ദൈവത്തിന്റെ അപരിമേയമായ കാരുണ്യവും സ്നേഹവും ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് പറഞ്ഞപ്പോൾ രോഗികൾ സുഖപ്പെട്ടതുപോലെ, അങ്ങ് തൊട്ടപ്പോൾ രോഗികൾ സുഖപ്പെട്ടതുപോലെ, അങ്ങ് ആശീർവദിച്ചപ്പോൾ സകല തിന്മകളും അകന്നു മാറിയതുപോലെ, പൈശാചിക ബന്ധനങ്ങൾ അകന്നു മാറിയതുപോലെ, ദൈവമേ, മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം നീ ഇവരെ തൊടണമേ, നീ ഇവരെ ആശീർവദിക്കണമേ, നീ ഇവരെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി, ഇന്ന് ഈ ശബ്ദപരിധിയിൽ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കൃപാമാരിക്കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ, അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ ഉള്ളവന്റെ പ്രാർത്ഥനയുടെ എല്ലാവിധ ശക്തിയും വെച്ച്, ഇന്ന് വരെ അർപ്പിച്ചിട്ടുള്ള എല്ലാ ആരാധനയുടെ എല്ലാ മഹത്വവും വെച്ച്, യേശുനാമത്തിന്റെ ശക്തിയ, വിശുദ്ധ കുരിശിന്റെ ശക്തിയ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരത്താൽ നീ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇവരായിരിക്കുന്ന ഇടങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകലവിധ രോഗങ്ങളും സകലവിധ വ്യാധികളും ഇവരുടെ കുടുംബത്തിൽ നിന്നും അകന്നു പോകട്ടെ. ദൈവത്തിന്റെ കൃപയും അഭിഷേകവും ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും അവന്റെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.